കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് തുരീയാധികം, തുരീയജ്ഞാനമെന്നോ തുരീയപ്രാപ്തി എന്നോ പറയുന്നതിന് എന്താണ് മുഖ്യമായ ഉപായം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. രജ്ജുരിവ സർപ്പാദിഭ്യർ വികല്പ്യമാന സ്ഥാനത്രയേപി ആത്മാ ഏകയേവ അന്തഃപ്രജ്ഞാദിത്വേന വികല്പ്യതേ യഥാ തഥാ അന്തഃപ്രജ്ഞാദിത്വ പ്രതിഷേധ വിജ്ഞാന പ്രമാണ സമകാലമേവ ആത്മനി അനർത്ഥപ്രപഞ്ച അനുഭവത്തിൽ ലക്ഷണഫലം പരിസമാപ്തമിതി തുരീയാധികമേ പ്രമാണാന്തരം സാധനാന്തരം വ നമ്രക്യം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അതിനൊരു ഉദാഹരണം അടുത്ത് പറയുന്നു. രജ്ജു സർപ്പ വിവേക സമകാലൈവ രജ്ജാം സർപ്പ നിവൃത്തി ഫലേ സതി രജ്ജു അധിഗമസ്യ. രജ്ജുജ്ഞാനത്തിന്റെ ഫലം എന്താണ്? ഈ പറയുന്ന കാര്യം കൂടുതൽ ബുദ്ധിക്ക് പിടികിട്ടുന്നതിന് വേണ്ടി ആണ് ഈ ദൃഷ്ടാന്തം പറയുന്നത്. ഭ്രാന്തിസ്ഥലത്ത്, ഭ്രാന്തിസ്ഥലം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ യാഥാർത്ഥ്യം, വാസ്തവം നമുക്ക് ബോധിക്കാൻ കഴിയാതെ വരുന്ന സ്ഥലം, അതാണ് ഭ്രാന്തിസ്ഥലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള വാസ്തവം ബോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ കുറിച്ച് നമ്മൾ അജ്ഞനാണ്. ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള അജ്ഞാനം നിലനിൽക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ആ ജ്ഞാനം സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? രജ്ജു സർപ്പ വിവേക സമകാലേ. ഉദാഹരണം പറയുന്നു, രജ്ജു സർപ്പത്തെക്കുറിച്ചുള്ള ഭ്രാന്തി ഉണ്ടായിരുന്നു. ആ വസ്തുവിന്റെ പരമാർത്ഥം നമുക്ക് ബോധിക്കാതെ മറ്റൊന്നായി ബോധിച്ചിരുന്നു. രജ്ജുവിനെ അറിയാതിരിക്കുക എന്നുള്ള മാത്രമല്ല, സർപ്പബോധവും ഉണ്ടായിരുന്നു, സർപ്പഭ്രാന്തി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏത് രീതിയിലാണോ അതുണ്ടായത് അതേ രീതിയിൽ തന്നെ അതില്ലാതാകുന്നു അടുത്ത ക്ഷണം. അതാണ് വിവേകം എന്ന് പറയുന്നത്, രജ്ജു സർപ്പ വിവേകം. ആ വിവേകം ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇത് രജ്ജുവല്ല സർപ്പമാണെന്നുള്ള ആ ബോധം ഉണ്ടാകുമ്പോൾ വിവേക സമകാലേ, ആ ഉണ്ടാകുന്ന അതേ കാലത്തിൽ തന്നെ ഒരു സമയം നമ്മൾ അതിനായി നിശ്ചയിച്ചാൽ, തീരുമാനിച്ചാൽ, ആ സർപ്പഭ്രാന്തി മാറുന്ന ആ സമയത്ത് തന്നെ അവിടെ എന്ത് വരുന്ന രജ്വാം സർപ്പനിവൃത്തി ഫലേ സതി. ആ സമയം തന്നെ എന്ത് വരുന്നു? അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭ്രാന്തിയും നശിക്കും. വിവേകം ഉണ്ടാകുന്നതും ഭ്രാന്തി നശിക്കുന്നതും ഒരേ കാലത്തിൽ സംഭവിക്കുന്നു. വിവേകം ഉണ്ടാകുക, ഇനി അത് കഴിഞ്ഞ് അടുത്ത നിമിഷത്തിൽ ആ ഭ്രാന്തി നശിക്കുക എന്നുള്ള ഒരേ കാലത്തിൽ തന്നെ സംഭവിക്കുന്നു എന്നർത്ഥം. ഒരുപക്ഷെ നമുക്ക് സർപ്പഭ്രമം ഉണ്ടായി, ആ സർപ്പഭ്രമം ഭയത്തെ ഉണ്ടാക്കി, ആ ഭയം മനസ്സിലും ശരീരത്തിനുമെല്ലാം അതിനനുസരണമായ ചലനങ്ങളെ സൃഷ്ടിച്ചു. മനസ്സ് ചിലപ്പോൾ പിടച്ചെന്ന് വരാം, ശരീരത്തിൽ വിറയലും വിയർപ്പും രോമാഞ്ചവും എല്ലാം ഉണ്ടായെന്ന് വരാം, ഇതെല്ലാം സംഭവിച്ചെന്ന് വരാം. ഉണ്ടാകുന്ന ആ ഭ്രമത്തിന്റെ തീക്ഷ്ണതയ്ക്കനുസരിച്ച് ഇതെല്ലാം തുടർന്ന് അനുഭവപ്പെട്ടു എന്നും വരാം. പക്ഷെ അതൊക്കെ ആണെങ്കിലും എപ്പോഴാണോ അയാൾക്ക് ശരിയായ ബോധം ഉണ്ടാകുന്നത്, അപ്പോൾ അവിടെ സർപ്പ നിവൃത്തി സംഭവിക്കുന്നു. പിന്നീട് അയാൾ അവിടെ സർപ്പത്തെ കാണുന്നില്ല. ഇത് രജ്ജുവാണെന്നുള്ള ബോധം വന്നാൽ ആ നിമിഷം തന്നെ അവിടെ സർപ്പനിവൃത്തി ആകുന്ന ഫലം വരുന്നു. അതെന്തിന്റെ ഫലം? അത് ആ രജ്ജു അധിഗമം, രജ്ജു ജ്ഞാനത്തിന്റെ ഫലമാണ് സർപ്പനിവൃത്തി. ആ സർപ്പനിവൃത്തി എന്ന് പറയുന്നതാണ് സംസാര നിവൃത്തി. ഇവിടെ തുരീയ അധിഗമത്തിൽ എന്താണ്? സംസാര നിവൃത്തി സംഭവിക്കുന്നു എന്നാണ്. അപ്പോ പലർക്കും പരാതി എന്താണ്? സംസാര നിവൃത്തി സംഭവിച്ചിട്ടും ഞാൻ വീണ്ടും സംസാരിയായി തന്നെ ഇരിക്കുന്നല്ലോ എന്നാണ്. അത് ഏതുപോലെ സർപ്പഭ്രാന്തി മാറിയിട്ടും വീണ്ടും
ഭയകമ്പാദികളെല്ലാം ശരീരത്തിനും മനസ്സിനുമെല്ലാം തുറന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നതിനർത്ഥം അവിടെ സർപ്പഭ്രാന്തി മാറിയില്ല എന്നല്ല. സർപ്പഭ്രാന്തി മാറി, പക്ഷെ ആ സർപ്പഭ്രാന്തിയുടെ തീവ്രത, ആ തീവ്രത കൊണ്ട് വീണ്ടും ആ ഭ്രാന്തിയുടെ ഫലത്തിന്റെ അനുവൃത്തി ശരീരത്തിനും മനസ്സിനുമൊക്കെ അനുഭവപ്പെടുന്നു. അവിടെ എന്താ, ഈ ഭ്രാന്തി എന്ന് പറയുന്നത് ഒരു ക്ഷണമാണ്. ആ ക്ഷണത്തിന് മുമ്പ് ഒരു ഭ്രാന്തിയും ഇല്ലായിരുന്നു. അവിടെ രജ്ജുവിൽ ഭ്രാന്തി ഉണ്ടായിരുന്നു. ഒരു ക്ഷണം ഉണ്ടാക്കിയ ആ ഭ്രാന്തി അതിന്റെ അനന്തരഫലങ്ങളെ പല ക്ഷണങ്ങളിൽ വീണ്ടും നിലനിർത്തുന്നു. ഭ്രാന്തി മാറിയിട്ടു, അതിന്റെ അർത്ഥം ഭ്രാന്തി മാറിയില്ല എന്ന്. അത് ചിലപ്പോൾ പല ക്ഷണങ്ങളോ പല മണിക്കൂറുകളോ ശരീരത്തിൽ അതിന്റെ പ്രത്യാഘാതം തുടർന്നെന്ന് വരാം. അത് എന്തുകൊണ്ട് അതിന്റെ തീവ്രത അനുസരിച്ച്. അഭ്രമം ഉണ്ടായ സമയത്ത് അത് വളരെ തീവ്രമായി തന്നെ പിടികൂടി, അതേ തീവ്രതയിൽ തന്നെ അത് മാറുകയും ചെയ്തു. വരുന്നതിനും പോകുന്നതിനൂടെ കാലതാമസം വന്നില്ല. പക്ഷെ അതിന്റെ അനന്തരഫലങ്ങൾ അതുപോലെ തന്നെ മാറിക്കൊള്ളണം എന്ന് ആഗ്രഹിക്കുന്നതിന് കാര്യമില്ല. അവിടെയാണ് നമുക്ക് ഈ തകരാറ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളെന്താണ് പറയുന്നത്, സംസാര നിവൃത്തി എന്ന് പറയുന്നതിന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മറ്റു പല കാര്യങ്ങളുമാണ്. ഇതെല്ലാം അവസാനിക്കണം, ഈ ക്ലേശങ്ങളെല്ലാം അവസാനിക്കണം, ഈ ദുഃഖങ്ങളെല്ലാം അവസാനിക്കണം, ഇതെല്ലാം ഒരു ക്ഷണത്തിൽ സംഭവിക്കണം. അങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്ന ഒരു ക്ഷണത്തെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു ക്ഷണത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഇനി ഒരു ക്ഷണത്തിൽ ഇത് സംഭവിച്ചാലും ഇവിടെ സർപ്പഭ്രാന്തി മാറിയിട്ട് വീണ്ടും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളെല്ലാം ശരീരത്തിനും മനസ്സിനും തുടരുന്നതുപോലെ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അത് മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രാരബ്ധമൊന്നും എന്നും മറ്റും പറഞ്ഞ് ഓരോ തത്വങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൂടി മാറണം എന്നാഗ്രഹിക്കുന്ന എന്താണ്, ശരിയായ തത്വബോധമല്ല. ഇവിടെ എന്താണ് പറഞ്ഞത്, എപ്പോഴാണോ പ്രതിഷേധ വിജ്ഞാന പ്രമാണം, ആ പ്രതിഷേധ വിജ്ഞാനം ഒരുവന്റെ ഉള്ളിലുണ്ടാകുന്നു. അത് പറഞ്ഞല്ലോ, അത് ബധിരനെ സംബന്ധിച്ചല്ല പറയുന്നത്, ഭാഷാ ബോധമില്ലാത്തവനെ കുറിച്ചല്ല പറയുന്നത്. ആരിലാണോ ശ്രവണം എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നത്, അത് സംഭവിക്കുന്ന ആ സമകാലം തന്നെ അയാളിൽ നിന്ന് അനർത്ഥ പ്രപഞ്ച നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. ചോദിക്കാം, എന്താണ് സർപ്പഭ്രാന്തി ഉണ്ടായിടത്ത് സർപ്പം പോയല്ലോ, പിന്നെ കാണുന്നില്ലല്ലോ. അതുപോലെ ഇവിടെ പ്രപഞ്ചം മറഞ്ഞു പോകുന്നില്ലല്ലോ. സർപ്പം വാസ്തവത്തിൽ പോയിട്ടില്ല. സർപ്പം നമ്മുടെ കാഴ്ചയിൽ നിന്ന് പോയെന്നേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. സർപ്പഭ്രാന്തി ഉള്ളിടത്ത് മനസ്സിൽ നിന്ന് പോയില്ല എന്നുള്ളതിന് എന്താ തെളിവ്? അതാണ് വീണ്ടും ശരീരം മറയ്ക്കുകയും വേർക്കുകയും മനസ്സ് തുടിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൊ സർപ്പം എവിടെയോ ഉണ്ട്, കണ്ണിന്റെ മുമ്പിലില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, ആത്മനി അനർത്ഥ പ്രപഞ്ച നിവൃത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതെല്ലാം അപ്രത്യക്ഷമായി പോകണമെന്നല്ല. ഇതെല്ലാം ഇതുപോലെ തന്നെ യാതൊരു മാറ്റവും കൂടാതെ തുടരുമെന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ അയാളിൽ വാസ്തവത്തിൽ പ്രപഞ്ച നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. അത് പരമാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു. അത് സംഭവിച്ചാലും വീണ്ടും ഇതെല്ലാം അനുവർത്തിക്കുന്നു. അങ്ങനെ അനുവർത്തിക്കുന്നത് ദോഷമില്ല. ഇതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മറ്റൊരു ശ്രമവും ചെയ്തിട്ടും പ്രയോജനമില്ലെന്നാണ്. മറ്റൊരു ശ്രമവും അതിന് സഹായിക്കുന്നില്ല. കാരണം സർപ്പഭ്രാന്തി ഉണ്ടായി, ആ ഭ്രാന്തി നിവർത്തിച്ച ഭ്രാന്തിയെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ശരി, അത് നിവർത്തിക്കാതിരുന്നെങ്കിൽ ശരി, അതിനെ നിവർത്തിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അത് എങ്ങനെ വന്നോ അതുപോലെ തന്നെ പോയിക്കഴിഞ്ഞാൽ അതിനെ പോകാൻ വേണ്ടി പിന്നെന്താ ചെയ്യാനുള്ളത്? പിന്നെ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുന്നത് വ്യർത്ഥവുമാണ്.
ആ വിവേകമുള്ളവൻ പിന്നെ ചെയ്യത്തുമില്ല. പക്ഷേ ശരീരത്തിൽ ഉള്ള ഭയകമ്പാദികളും മനസ്സിന്റെ അത് അതിൻ്റെതായ സമയമെടുക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും. അവന് പരമാർത്ഥം ബോധിച്ചതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് അയാൾ ദുഃഖിക്കുന്നതിനും വേവലാതിപ്പെടുന്നതിനും അർത്ഥമില്ല. അയാൾക്കറിയാം എന്താണ് ഇത് വെറും ഭ്രാന്തിയാണ്. പക്ഷെ ആ ഭ്രാന്തി ചില ചലനങ്ങളെ മനസ്സിൽ സൃഷ്ടിച്ചു, ആ ഭ്രാന്തി നിവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ആ ഭ്രാന്തിയുടെ പ്രത്യാഘാതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് അയാൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ബോധ്യമുള്ളവൻ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ശ്രവണം കൊണ്ട് അനർത്ഥ നിവൃത്തി സംഭവിച്ചവൻ പിന്നീട് എന്താണ് സാധനാന്തരം മൃഗ്യം, അവൻ മറ്റൊരു സാധനത്തെ പിന്നെ അന്വേഷിക്കുന്നില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. ഈ ഭ്രാന്തിയെ നിവർത്തിക്കാൻ വേണ്ടി ഇനി മറ്റെന്തെങ്കിലും ഇല്ല. കാരണം ഭ്രാന്തിയെ നിവർത്തിക്കുന്ന ജ്ഞാനം അത് ഭ്രാന്തിയെ നിവർത്തിപ്പിച്ച് കളഞ്ഞു. അതുപോലെ ഈ സംസാര ഭ്രാന്തിയെ പ്രപഞ്ചത്തെ നിവർത്തിപ്പിക്കുന്നതിന് ഈ ജ്ഞാനം മാത്രം പര്യാപ്തമാണ്. അതിനുവേണ്ടി മറ്റൊന്നിന്റെയും ചെയ്യുന്നില്ല. ഇനി മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ ഒരാൾക്ക് ആ തത്വശ്രവണം അയാൾ സംഭവിച്ചു, അയാൾക്ക് തത്വബോധം ഉണ്ടായി, വീണ്ടും അയാൾക്ക് പ്രപഞ്ചപ്രതീതി ഉണ്ട്. അപ്പോൾ അയാൾ ആഗ്രഹിക്കുകയാണ് എന്താണ്, ഇനി എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അയാൾ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി സമാധിയെ പരിശീലിക്കുന്നു. അത് കൊണ്ടെന്താ സാധിക്കുന്നത്? ഈ സംസാര നിവൃത്തിയല്ല, മറിച്ച് ഈ പ്രപഞ്ചപ്രതീതിയുടെ നിവൃത്തി. പിന്നെ അയാൾ ഈ പ്രപഞ്ചപ്രതീതിയെ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നു. ഏതുപോലെ? ഉറക്കം പോലെ. ഉറക്കത്തിൽ പ്രപഞ്ചപ്രതീതിയില്ല. അതിന് സമമായി ജാഗ്രതയിൽ തന്നെ അയാൾ ഈ പ്രപഞ്ചപ്രതീതിയെ അയാൾക്ക് നിവർത്തിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു അഭ്യാസം എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ഇത് പരിശീലിക്കാം, സമാധിയിലിരിക്കാം, പ്രപഞ്ചത്തെ നിവർത്തിപ്പിക്കാം. പക്ഷെ സംസാര നിവൃത്തി എന്ന് പറയുന്നത് മുമ്പ് തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ മറ്റൊരു സാധനത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ കരുതുകയാണ് എന്താണ്, എനിക്ക് വാസനയുണ്ട്, അത് നശിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ഉണ്ട്, അത് നശിപ്പിക്കണം, എന്നിൽ വീണ്ടും കാമക്രോധാദി വികാരങ്ങൾ വരുന്നു, അതിനെ നശിപ്പിക്കണം. ഇങ്ങനെയുള്ള ചിന്തകളും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ള പ്രവൃത്തികൾ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം നിവർത്തിപ്പിക്കാം. പക്ഷെ സംസാര നിവൃത്തി ഇവിടെ പറയുന്നത് എന്താണോ, അതിനുവേണ്ടി നിങ്ങൾ സമാധി പരിശീലിക്കേണ്ട കാര്യം ഇല്ല. ഇതെല്ലാം വിട്ട് ഇതിനെല്ലാം മറന്ന് അല്ലെങ്കിൽ ഇതിനെല്ലാം ഇല്ലാതാക്കി സുഷുപ്തനെ പോലെ യാതൊരു ക്ലേശങ്ങളും കൂടാതെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി അത് മറ്റെന്ത് സാധനങ്ങളും ചെയ്യാം. അതൊന്നും മുഖ്യമായ സംസാര നിവൃത്തിയല്ല. അതിനെയും ചില ഭാഗങ്ങളിൽ സംസാര നിവൃത്തി എന്ന് പറയും. അത് ഗൗണമായ അർത്ഥത്തിലാണ്. അതുകൊണ്ടിവിടെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഈ സംസാര നിവൃത്തിയെക്കുറിച്ചും മറ്റും പല ഭാഗങ്ങളിലും പലതരത്തിൽ പറയും. സംസാര നിവൃത്തി എന്ന് പറഞ്ഞാൽ സമാധിസ്ഥനായിരുന്നുകൊണ്ട് വികാര വിചാരങ്ങളെല്ലാം വിസ്മരിച്ച് ആത്മാനന്ദത്തിൽ പ്രപഞ്ചബോധമില്ലാതെ ഇരിക്കുന്നതാണെന്ന് പറയും. അത് അസംബന്ധം എന്നുള്ളതല്ല, അത് പറയുന്നതും ശാസ്ത്രം തന്നെയാണ്. അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ അത് പാടില്ല എന്നുമല്ല പറയുന്നു. പക്ഷെ സംസാര നിവൃത്തി എന്തെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നതല്ല സംസാര നിവൃത്തി. അത് മാത്രമല്ല, സംസാര നിവൃത്തി വരാത്ത ഒരുവനും അങ്ങനെ ഇരിക്കാൻ പറ്റും. പ്രപഞ്ച വിസ്മൃതിയിലിരിക്കുന്നതിന് സംസാര നിവൃത്തി വരണമെന്നില്ല. ഉദാഹരണം സുഷുപ്തി തന്നെ. സുഷുപ്തിയിൽ നമ്മൾ പ്രപഞ്ച വിസ്മൃതിയിലിരിക്കുന്നു. ഇവിടെ പറയുന്നു ആനന്ദഭുക്, ആനന്ദത്തെ അനുഭവിക്കുന്നവനായിരിക്കുന്നു എന്ന് പറയുന്നു. അതാണല്ലോ നമ്മൾ സംസാര നിവൃത്തി എന്ന് പ്രതീക്ഷിക്കുന്നു. സംസാര നിവൃത്തിയെക്കുറിച്ചുള്ള ആ നമ്മുടെ സങ്കല്പം അതാണ്. എന്താണ്? ഈ പ്രപഞ്ചത്തെ എല്ലാം വിസ്മരിച്ച് ആനന്ദത്തെ ഇരിക്കുക. അത് സുഷുപ്തി സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന് സംസാര നിവൃത്തി എന്ന് ഇവിടെ പറയുന്നില്ല ശാസ്ത്രം. അപ്പൊ സംസാര നിവൃത്തി എന്ന് പറയുന്നതിന് വേണ്ടി മറ്റൊരു അഭ്യാസത്തിന്റെ ആവശ്യമില്ല.
പക്ഷെ മറ്റ് അഭ്യാസങ്ങൾക്കെല്ലാം അതാത് സ്ഥാനമുണ്ട്. ശ്രുതി ഒന്നിനെയും നിഷേധിക്കുന്നില്ല. കാരണം ഇതെല്ലാം ശ്രുതിയിലാണ് പറയുന്നത്. അനേക കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജ്യോതിഷ്ഠോമം പോലെയുള്ള കർമ്മങ്ങൾ, അതും എന്താണ്? ആനന്ദപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അവിടെയും ഈ സംസാരത്തിന്റെ നിവൃത്തി സംഭവിക്കുന്നുണ്ട്. അതും ശ്രുതിയാണ് നിർദ്ദേശിക്കുന്നത്. ഇനി പലതരത്തിലുള്ള ഉപാസനകളെക്കുറിച്ച് പറയുന്നു. ആ ഉപാസനയ്ക്കുള്ള പലതരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. എല്ലാ യോഗങ്ങളുടെയും മൂലം ശ്രുതിയാണ്. എല്ലാത്തിന്റെയും മേലവിടെയാണ് കിടക്കുന്നത്. എല്ലാ സമാധികളുടെയും എന്താണ്? മൂലഭൂതമായിരിക്കുന്ന പ്രമാണ ശ്രുതിയാണ്. അപ്പോൾ അതും അവിടെ തന്നെ പറയുന്നു. അതേ ശ്രുതിയിൽ തന്നെയാണ് ഇതും പറയുന്നത്. ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. അതാണ് ശ്രുതി പറയുന്നത്. അടുത്ത ഭാഷ്യകാരൻ പറയും ആ ജ്ഞാനം, അതിൽ ഈ ദ്വൈതമെല്ലാം അവസാനിക്കുന്നു, സംസാര നിവൃത്തി വരുന്നു. അതിൽ കവിഞ്ഞ് മറ്റൊന്നും സംസാര നിവൃത്തിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോ ശ്രുതിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ശ്രുതി മാതാ, ശ്രുതി അമ്മയെപ്പോലെയാണ്. ഒരമ്മ എന്താണ്? തന്റെ പുത്രവാത്സല്യം കൊണ്ട് ഓരോ പുത്രന്മാർക്കും സന്താനങ്ങൾക്കും ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കുന്നു. അവരെ എങ്ങനെ തൃപ്തമാക്കാം എന്നുള്ളതിന് വേണ്ടി അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? തന്റെ സന്താനങ്ങളുടെ തൃപ്തിയാണ് മാതാവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഓരോരുത്തരുടെയും വാസനയും സംസ്കാരവും അഭിരുചികളും അനുസരിച്ച് ആത്മീയമായ ഓരോ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. അതിൽപ്പെടുന്നതാണ് ഈ കർമ്മവും പലതരത്തിലുള്ള ഉപാസനകളും സമാധികളും തത്വജ്ഞാനവും എല്ലാം. അപ്പോൾ ഇതൊന്നും ആത്യന്തികമായിട്ട് അസംബന്ധങ്ങളല്ല എന്നല്ല പറയുന്നു. ഇവിടെ ശ്രുതിക്കറിയാം ഇന്നാർക്ക് ഇന്നതാണ് വേണ്ടത്. ഒരുവന് പറ്റിയ, ഒരുവന് രുചിക്കുന്ന ആഹാരമായിരിക്കില്ല വേറൊരാൾക്ക് രുചിക്കുന്നത്. രുചിഭേദം മനസ്സിലാക്കി വിഭിന്ന മാർഗങ്ങളെ നിർദ്ദേശിക്കുന്നു. എല്ലാ മാർഗങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും ഓരോരോ വ്യക്തിയിൽ സ്ഥാനമുണ്ട്. ഒരു വ്യക്തിക്ക് ഒന്ന് യോജിച്ചാൽ മറ്റൊരു വ്യക്തിക്ക് അത് യോജിക്കാതിരിക്കും. അതിൽ ഇവിടെ ഇപ്പം നിർദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും അനായാസമായതും ഏറ്റവും മുഖ്യമായതും ഏറ്റവും വ്യക്തമായതുമായ കാര്യത്തെ പറയുകയാണ്. ഇതൊരാൾക്കൊരു പക്ഷേ ബോധിച്ചില്ലെന്ന് വരും, പോരാ എന്ന് തോന്നിയെന്ന് വരും. അങ്ങനെയാണെങ്കിൽ അയാൾ വേറെ സ്വീകരിക്കുക. ജ്ഞാനം ഇതാണ്, ഈ ജ്ഞാനം കൊണ്ട് പ്രപഞ്ച നിവൃത്തി സംഭവിച്ചു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബുദ്ധിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണ്ടിയല്ല പറഞ്ഞിരിക്കുന്നത്. ശ്രുതിയുടെ മുമ്പിൽ സർവ്വരും ശ്രോതാക്കളാണ്. തനിക്കത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ വിട്ടയ്ക്കുക, വേറെ വഴി നോക്കുക. വേറെ ഉപാസനകളിലോ കർമ്മകാണ്ഡങ്ങൾ അതും പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് തന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നത്, തനിക്ക് രുചിക്കുന്നത് താൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എല്ലാ ശ്രോതാക്കളും സമമാണ്, അവർക്ക് ഇഷ്ടമുള്ള എടുക്കാം. അതുകൊണ്ട് ഇവിടെ പരമാർത്ഥമായ കാര്യം പറഞ്ഞു. എന്താണ് നിങ്ങളുടെ താല്പര്യം? ഈ അനർത്ഥ നിവൃത്തിയാണ്, സംസാര നിവൃത്തിയാണെങ്കിൽ അതിന് ഇത്രയേ ആവശ്യമുള്ളൂ. ഇതുകൊണ്ടത് സംഭവിക്കുന്നു. ആ തുര്യ അധിഗമം അത് ശ്രവണം കൊണ്ട് തന്നെ സംഭവിക്കുന്നു. അവിടെ ഒരു കാര്യം പ്രധാനമാണ്, ശ്രോതാവിന്റെ യോഗ്യത. ഈ പറയുന്നതെല്ലാം എന്താണ്? വെറും ബധിരകർണത്തിൽ പതിയുന്നത് പോലെയാണെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ല. മറിച്ചാണെങ്കിൽ ഇത് മതി എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സാധനാന്തരം നമൃഗ്യം. പിന്നെ അതിൽ വരുന്ന സംശയങ്ങൾ അതെങ്ങനെ സംഭവിക്കും? ഇവിടെ ഇപ്പൊ പറയുന്നു, നമ്മൾ ഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഗ്രഹണം ഇത് മതിയോ, ഇത് പൂർണ്ണമായോ, പലതരത്തിലുള്ള സംശയങ്ങൾ വരും ഈ നമ്മളിത് ഗ്രഹിക്കുന്നത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രുതി തന്നെ പറയുന്നു എന്താണ്? മാണ്ഡൂക്യം ഏകമേവ അലം മമക്ഷോണാം വിമോക്ഷേ. മാണ്ഡൂക്യം എന്ന് പറയുന്ന ഒന്ന് മാത്രം മതി, സംസാര നിവൃത്തിക്ക് ഇത് മതി, വേറൊന്നിന്റെ ആവശ്യമില്ല എന്ന് ശ്രുതി തന്നെ പറയും. പക്ഷെ ഇത് ശ്രുതി വ്യക്തമായി ഇത് പറഞ്ഞാലും നമുക്കത് ബോധിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ വീണ്ടും എന്താണ് സംശയങ്ങൾ വരുന്നത്? അതെങ്ങനെ ശരിയാകും? ഈ പറയുന്നത് ഞാൻ ഗ്രഹിക്കുന്നു, എന്റെ മനസ്സിൽ ചില ആശയങ്ങളുണ്ടായി,
ഈ ആശയങ്ങൾ കൊണ്ട് സംസാര നിവൃത്തി വരുന്നുണ്ടോ, ഞാൻ വീണ്ടും സംസാരിയായിരിക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള അനേക സംശയങ്ങൾ വീണ്ടും നിൽക്കും. ഇതെല്ലാം എന്താണ്? വെറും സങ്കല്പങ്ങളല്ലേ? ഇതെല്ലാം മനോവൃത്തികളല്ലേ? വെറും ആശയങ്ങളല്ലേ? വെറും തത്വചിന്തയല്ലേ? ഇതാണോ മോക്ഷം? ഇതാണോ സംസാര നിവൃത്തി? ഈ സംശയങ്ങൾ എന്തുകൊണ്ട് വരുന്നു? കാരണം അത് ശ്രുതിയല്ല അതിന് ഉത്തരവാദി. കാരണം സംസാര നിവൃത്തിയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും നമ്മൾ ഇന്നുവരെ സംഭരിച്ചിരിക്കുന്ന നമ്മുടെ മിഥ്യാധാരണകളാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്, മറ്റൊന്നുമല്ല. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. നമ്മൾ ആർജിച്ചിരിക്കുന്ന സങ്കല്പം, തത്വബോധം കൂടാതെയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾ തന്നെ, നമ്മൾ സൃഷ്ടിച്ച സങ്കല്പങ്ങൾ തന്നെ നമുക്ക് തടസ്സം നിൽക്കുന്നതിന് ശ്രുതി എന്ത് പഴച്ചു? അവിടെ ശ്രുതിക്കൊന്നും ചെയ്യാനില്ല. ശ്രുതി എപ്പോഴും എന്ത് ചെയ്യുന്നു? പരമാർത്ഥം ബോധിപ്പിക്കുന്നു. പരമാർത്ഥം ബോധിപ്പിക്കാൻ അധികമൊന്നുമില്ല, അത് വളരെ വ്യക്തമായും ലളിതമായും ബോധിപ്പിക്കുന്നു. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ധാരണകൾ കൊണ്ട് ഇതിന് തടസ്സം നിൽക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനാണ് ജ്ഞാനമെന്നും അജ്ഞാനമെന്നും പറയുന്നത്. അതാണ് നമ്മുടെ അജ്ഞാനം ഇതിന് തടസ്സം നിൽക്കുന്നു. ശ്രുതി എപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മുടെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ രണ്ട് വിഷയമേ ഉള്ളൂ ഇവിടെ ശാസ്ത്രത്തിന്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് അജ്ഞാനം. ബാക്കിയെല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നിരന്തരം അജ്ഞാനത്തെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന് പൂർവപക്ഷങ്ങൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പൂർവപക്ഷങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് ഇവിടെ നമുക്ക് തടസ്സമായി നിൽക്കുന്നത്, ജ്ഞാനം പ്രകാശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അത് നമ്മുടെ മനസ്സിന്റെ മിഥ്യാധാരണകളാണ്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ജ്ഞാനത്തിനെ തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് പോരാ എന്ന് തോന്നും. അത് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റെന്തിലെങ്കിലും പോകും. അവിടെ വിജയിച്ചെന്ന് വരാം, പരാജയപ്പെട്ടെന്ന് വരാം, അതെല്ലാം സംഭവിക്കും. അതിന്റെ ആവശ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അധികമെന്ന് വെച്ചാൽ പ്രാപ്തി എന്നർത്ഥം. തുരിയ അധികമം, തുരിയ പ്രാപ്തി. രജ്ജു അധികമെന്ന് വെച്ചാൽ രജ്ജു പ്രാപ്തി, രജ്ജു ജ്ഞാനം. ഇവിടെ പ്രാപ്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനം. തുരിയ അധികമം, തുരിയ പ്രാപ്തി എന്ന് പറഞ്ഞാൽ തുരിയ ജ്ഞാനം. അതാണ്. അതുകൊണ്ട് ഈ ഭാഗത്തെ ഇവിടെ ഇത്രയും വ്യക്തമായി ഈ തത്വത്തിൽ ഇതിനപ്പുറം പറയാൻ വാക്കുകളില്ല, പരമാവധി പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞാലും വീണ്ടും നമ്മൾ ഇതിൽ സംശയത്തെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ സൃഷ്ടിയാണ്, നമ്മുടെ തന്നെ അന്ധക്കരണത്തിന്റെ പോരായ്മകളാണ്. അതിനെ നമ്മൾ തന്നെ പരിഹരിക്കും. അവിടെ ശ്രുതിക്ക് വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടിവിടെ ആ ദൃഷ്ടാന്തത്തിലൂടെയും വീണ്ടും പറയും, സർപ്പ നിവൃത്തി ഫലേ സതി രജ്ജു അധികമസ്യ. രജ്ജു അധികമം, ആ രജ്ജുജ്ഞാനം ഉണ്ടാകുന്ന സമകാലം തന്നെ സർപ്പനിവൃത്തി സംഭവിക്കും. എന്നുവെച്ചാൽ അനർത്ഥ നിവൃത്തി. നമ്മൾ മുമ്പിൽ കാണുന്ന ആ സർപ്പം അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു ഇല്ലയോ എന്നുള്ളതല്ല. പലർക്കും അവിടെയാണ് സംശയം. സംസാര നിവൃത്തി ഉണ്ടായാൽ എന്താണ്, പിന്നെ ഈ സംസാരം തുടരുകയല്ല, ഇവിടെ വിശേഷിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ എന്നാണ്. ഇവിടെ ആത്മാവിനെ കുറിച്ച് എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്? ആത്മാവ് നിത്യമുക്തമെന്നാണ് ഇവിടെ പറയും. ഒരു കാലത്തിലും ബന്ധനത്തിൽ പെട്ടിട്ടേയില്ല, സദാ അത് മുക്തമായിരിക്കുന്നു. സദാ മുക്തമായിരിക്കുന്ന ഈ ആത്മാവിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സദാമുക്തമായിരിക്കുന്ന, നിത്യമുക്തമായിരിക്കുന്ന ആത്മാവിൽ സദാ പ്രപഞ്ചം അനുഭവപ്പെടാമെങ്കിൽ മുക്തനിൽ എന്തുകൊണ്ട് അനുഭവപ്പെട്ടുകൂടാ? മുക്തന് എങ്ങനെ ഈ പ്രപഞ്ചം തടസ്സം നിൽക്കും? മുക്തന് ഈ പ്രപഞ്ചം തടസ്സമല്ല. മുക്തന് തടസ്സമല്ലെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തത്വജ്ഞാനം പ്രാപ്തമായവന് ഈ സ്ഥൂലമായ ബാഹ്യമായ പ്രപഞ്ചമോ ആന്തരികമായ പ്രപഞ്ചം എന്ന് വെച്ചാൽ അയാളുടെ മാനസിക വികാരങ്ങൾ അതെന്തായാലും ശരി, കാമക്രോധാദികളോ ഭയ മോഹ മത മാത്സര്യാദികളോ എന്തു തന്നെ ആയാലും ശരി,
കാരണം നിത്യമുക്തമായ ആത്മാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വികാര വിചാരങ്ങൾ അവിടെ അത് സംഭവിക്കാമെങ്കിൽ മുക്തനിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? അവിടെ സംഭവിക്കുന്നതിനൊരു തകരാറുമില്ല. അത് ഉദാഹരണം പറയുന്നത് എന്താണ്? അനന്തമായ വിഹായസ്, ആകാശം. ആകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി മുതൽ മുമ്പിലോട്ട് വ്യാപിച്ചിരിക്കുന്നതാണ്. അതുപോലെ അതിനുള്ളിലേക്കും വ്യാപിച്ചിരിക്കുന്നതാണ് ആകാശം. അവിടെ മേൽ കാണുന്ന നീലനിറമല്ല. ഈ ആകാശം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. എന്തിന്? സൂര്യൻ, ചന്ദ്രൻ, അനേകം സൗരയൂഥങ്ങൾ, ഭൂമി, ഇതിനെല്ലാം ഈ ആകാശം ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ അതിനെല്ലാം ഉൾക്കൊള്ളുന്നതുകൊണ്ട് അതിന്റെ ഗുണദോഷങ്ങളൊന്നും ആകാശത്തെ ബാധിക്കുന്നില്ല. അത് ബാധിക്കുന്നില്ലെങ്കിൽ ഈ ആകാശത്തിൽ ചില ഈയാമ്പാറ്റകൾ പറന്നു നടക്കുന്നുണ്ട്. ആകാശത്തിന് വല്ലതും സംഭവിക്കുമോ? ഇല്ല. ഈ ജ്ഞാനത്തിൽ ചില ചിത്തവൃത്തികൾ ചലിക്കുന്നതുകൊണ്ട് ഈ ജ്ഞാനത്തിനെ അത് ഭഞ്ജിക്കുമോ? ഒരിക്കലും ഭഞ്ജിക്കത്തില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തിന് അല്പം ചില മനോവൃത്തികൾ ആ ജ്ഞാനത്തിൽ പ്രചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജ്ഞാനത്തിന് എന്ത് ബാധിക്കാനാണ്? ജ്ഞാനത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് നിവൃത്തിയുടെ നില, അല്ലെങ്കിൽ മുക്തിയുടെ നില എന്ന് പറയുന്നത്. അത് എന്താണ്? അസ്വസ്ഥമായി കാണുന്നവനാണ് അത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത്. സ്വസ്ഥനിൽ ഇത് അസ്വസ്ഥമല്ല, ഇത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നില്ല. അതാണ് അദ്വൈതത്തിൽ മുഖ്യമായി പറയുന്നത്. നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ, നിങ്ങൾ സംസാരിയാണെങ്കിൽ ഈ സംസാരം ഭീകരമായി അനുഭവപ്പെടും. ഇത് ബന്ധിക്കും. ഇതിന്റെ മുക്തി അവിടെ ആവശ്യമുണ്ട്. നിങ്ങൾ സ്വസ്ഥനാണെങ്കിലോ ഇതൊന്നും അസ്വസ്ഥതകളേ അല്ല. ആകാശത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈയാമ്പാറ്റകൾ പാറിക്കളിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആകാശം അതിനെക്കുറിച്ച് വേവലാതിപ്പെടാറുണ്ടോ? ആകാശത്തിന്റെ നിരയിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കുക. കാരണം അതിനേക്കാളും വലിയ സൗരയൂഥങ്ങളാണ് അതിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ പിന്നെ ചെറിയ ഈ പ്രാണികളെ കുറിച്ച് അതിന് യാതൊരു വേവലാതിയില്ല. അതുപോലെയാണ് മുക്തന്റെ മനസ്സ്. ആ മുക്തന്റെ മനസ്സിൽ കടന്നുപോകുന്ന വികാര വിചാരങ്ങളെല്ലാം ഒരുപക്ഷെ കാണുന്നവൻ അതിനെക്കുറിച്ച് തന്റെ അസ്വസ്ഥതകളുമായി താരതമ്യപ്പെടുത്തിയിട്ട് അയാളിലും ഉണ്ടായി എന്താണ് അഭിമാനമുണ്ടായി, അയാളിലും ഉണ്ടായി രാഗദ്വേഷങ്ങൾ, അയാളിങ്ങനെ മുക്തനാകുമെന്നൊക്കെ ചിന്തിക്കാം. അത് അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്. മുക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്താണ്, ഇതെല്ലാം നിവർത്തിച്ചിരിക്കുകയാണ്. നിവർത്തിച്ചത് പ്രതീതമാകാം, പ്രതീതമാകാതിരിക്കാം, രണ്ടായാലും സമം തന്നെ. അതിനെയാണ് ഇവിടെ തുര്യ അധിഗമം എന്ന് പറയുന്നത്. അതാണ് അദ്വൈതത്തിന്റെ മർമ്മഭാഗം. ആ ഭാഗം മനസ്സിലാക്കി തരാൻ, നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഷ്യകാരൻ വീണ്ടും പല യുക്തികളിലൂടെ അതിനെ തന്നെ ശ്രമിക്കുന്നത്. മുക്തിയെ സംബന്ധിച്ചും സംസാര നിവൃത്തിയെ സംബന്ധിച്ചുമൊക്കെ ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരമ അബദ്ധമാണ്, ശുദ്ധ ഭോഷ്കാണ്, വിവരക്കേടാണ്. ഇനി ഏതെങ്കിലും ഡിക്ഷണറിയിലുണ്ടെങ്കിൽ അതും പറഞ്ഞോളെ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന അല്ലാതെ എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്നാണ്. ഇതാണ് പരമാർത്ഥം. പിന്നെ യോഗത്തെക്കുറിച്ചും തന്ത്രത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള സങ്കല്പങ്ങളും ഭാവനകളും കാണും. ആ സങ്കല്പങ്ങളും ഭാവനകളും നിലനിർത്തുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ പറയുന്ന മുക്തിയില്ല. മുക്തി എല്ലാവർക്കും ഉണ്ട്. എന്താണ്, നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പിൽ നിന്ന് മുക്തിയായി, അതും ഒരു മുക്തിയാണ്. ആ മുക്തികളെല്ലാം ഉണ്ടാകും. അതുപോലെയുള്ള പല മുക്തികളും നമുക്ക് പല അഭ്യാസങ്ങളിലൂടെയും പലതും നേടിയെടുത്തുണ്ടാക്കാം. അങ്ങനെയുള്ള മുക്തികളെല്ലാം ഉണ്ടാകും. എന്താണ്, സ്വാമിയെ സംബന്ധിച്ചിടത്തോളം പല മുക്തികളുമുണ്ട്. ആശ്രമം ഉണ്ടാക്കുന്ന മുക്തിയാണ്, ഭക്തന്മാരുണ്ടാകുന്ന മുക്തിയാണ്. ഇതൊക്കെ സ്വാമിയുടെ മുക്തിയാണ്. അത്തരം മുക്തിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ആന്തരികമായ മുക്തിയാണ്. ആ മുക്തി എന്ന് പറയുന്നത് ഇതിന്റെ പരമാവധി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇതിനപ്പുറം മുക്തി ഒരാൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. വീണ്ടും ഉദാഹരണത്തിലൂടെ അതിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഭാഷ്യകാരൻ. യേശാം പുനഃ തമോ അപനയ വ്യതിരേകേണ ഘടാധികമേ പ്രമാണം വ്യാപരീയതേ. കാരണം ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വാസ്തവത്തിൽ അദ്വൈതം ഒന്നേ ഉള്ളൂ. ആ ഒന്നിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്, വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറഞ്ഞതുപോലെ
വീണ്ടും ഇതിൽ തന്നെ കിടന്ന് കുഴയുന്നു. മുക്തിയെക്കുറിച്ച് എത്രയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും അവൻ മുക്തനാകുന്നില്ല. ശ്രുതി അതിലേറ്റവും ലളിതവും അനായാസവുമായ ഉപായങ്ങളെ അവലംബിച്ചിട്ടും അവൻ മുക്തനാകുന്നില്ല. അങ്ങനെ മുക്തനാകുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നുകൂടെ ഉണ്ടെന്ന് പറയാം. അദ്വൈതത്തിൽ ഒന്നുകൂടെ സ്വീകരിക്കുക എന്താണ്? തമസ്, അജ്ഞാനം. അതൊന്നുകൂടി ഇരിക്കുന്നു. അദ്വൈതത്തിനോടുകൂടി ഒന്നുകൂടി ചേർന്നിരിക്കുന്നു. അദ്വൈതത്തിൽ രണ്ടാക്കാൻ വയ്യാത്ത രീതിയിൽ ഒന്നായിരിക്കുന്നു. അതിനെ മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ അജ്ഞാനത്തിന്റെ ധ്വംസം, ആ അജ്ഞാനത്തിന്റെ നാശം എവിടെയെല്ലാം ജ്ഞാനം പ്രകാശിക്കുന്നോ അവിടെയെല്ലാം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ജ്ഞാനവും അജ്ഞാനവും ചേർന്നുള്ള ഒരു കളിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സദാ. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ജ്ഞാനം സ്വയം പ്രകാശമാണെന്ന് പറയും. സ്വയം പ്രകാശമായതുകൊണ്ട് ആ സ്വയം പ്രകാശമായിരിക്കുന്ന ആ ജ്ഞാനത്തിൽ അജ്ഞാനത്തിനിരിക്കാൻ യാതൊരു പഴുതും കൊടുക്കുന്നില്ല. അജ്ഞാനം അവിടെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള പഴുത് കൊടുക്കാതെ ജ്ഞാനം അവനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണോ പ്രകാശം അന്ധകാരത്തെ, അതിനു ചുറ്റുമുള്ള അന്ധകാരത്തെ സദാ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ ജ്ഞാനം ഈ തന്നെ പൊതിഞ്ഞു മറയ്ക്കാൻ ശ്രമിക്കുന്ന ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ വിഷയാനുഭവം എന്നാണ് പറയുന്നത്. നമുക്കുണ്ടാകുന്ന വിഷയാനുഭവങ്ങളുണ്ടല്ലോ, പ്രതീക്ഷണം, ശബ്ദസ്പർശരൂപ രസഗന്ധരൂപത്തിലുള്ള ഈ അനുഭവം എന്ന് പറയുന്നത് ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതാണ്. ആ തന്നെ ബാധിക്കാൻ ശ്രമിക്കുന്ന ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൽ അത് പ്രതിക്ഷണം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, പരാജയപ്പെടുകയാണ്. പ്രതിക്ഷണം ഈ ജ്ഞാനം ഈ അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. അനുഭവം എന്ന് പറഞ്ഞാൽ ജാഗ്രത ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങളുണ്ടല്ലോ. ഉണർവെന്ന് പറയുന്നത് തന്നെ എന്താണ്? നിരന്തരമായ അനുസ്യൂതമായ അനുഭവങ്ങളാണ്. അനുസ്യൂതമായ അനുഭവം എന്ന് പറഞ്ഞാലോ ഈ ഉണർവ് എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. ഈ ഉണർവിൽ നമ്മൾ എപ്പോഴെങ്കിലും ഉണരാതിരിക്കുന്നുണ്ടോ? സദാ ആ ഉണർവിലിരിക്കുകയാണ്. സദാ ഉണർവിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സദാ ഈ അജ്ഞാനനാശം നമ്മിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സഹജമായി തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണം ഇവിടെ പറയുന്നത് എന്താണ്? മുമ്പിൽ ഒരു പാത്രം ഇരിക്കുന്നു. നമ്മുടെ ദൃഷ്ടി അതിലേക്ക് പതിയുന്നതിന് മുമ്പ്, എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, എന്റെ ദൃഷ്ടി അതിലേക്ക് പതിയുന്ന ആ നിമിഷം വരെ ഞാൻ ആ പുസ്തകത്തെ സംബന്ധിച്ച് അജ്ഞനായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിലൂടെ അതിന്റെ ആ അറിവ് ഉണ്ടാകുന്ന നിമിഷം വരെ ഞാൻ ആ വിഷയത്തിൽ അജ്ഞനായിരുന്നു. അപ്പോൾ ഇവിടെ എന്റെ ജ്ഞാനം, എന്റെ ബോധം എന്താണ് ചെയ്തത്? കാരണം ഈ ശരീരം, ഈ മനസ്സ് തുടങ്ങിയ പല പരിമിതികളോടുകൂടി ഇരിക്കുകയാണ്. സ്വയം പ്രകാശം ഉള്ള ജ്ഞാനം തന്നെ ഈ പരിമിതികളോടുകൂടി ഇരിക്കുമ്പോൾ എനിക്ക് ആ ജ്ഞാനം എന്നിൽ തന്നെ പ്രകാശിക്കുന്നതിന് ഇതിനെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ദൃഷ്ടിയെ ആശ്രയിക്കേണ്ടി വരുന്നു, കണ്ണിനെ ആശ്രയിക്കേണ്ടി വരുന്നു. കണ്ണ് മുമ്പിലിരിക്കുന്ന പുസ്തകത്തിൽ പതിയുന്ന ആ നിമിഷം എന്ത് ചെയ്യുന്നു? അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ആ അജ്ഞാനം നശിക്കുന്നു, അറിവില്ലായ്മ നശിക്കുന്നു. എന്താണ് അറിവില്ല എന്ന് പറയുന്നത്? അറിവില്ലായ്മ എന്ന് പറയുന്നത് അതുവരെ നമ്മൾ അതിനെ അറിഞ്ഞില്ല എന്നുള്ളത് തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് അറിവില്ലായ്മ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥമൊന്നും അവിടെ ഇല്ല. ആ നിമിഷം വരെ എന്റെ ദൃഷ്ടി എപ്പോഴാണോ എന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയിൽ, വസ്തുവിൽ പതിയുന്നത്, ആ നിമിഷം വരെ ആ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ തികച്ചും അജ്ഞനായി. എനിക്ക് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ചാക്ഷുഷ പ്രത്യക്ഷം, കണ്ണുകൊണ്ടുള്ള പ്രത്യക്ഷം ഉണ്ടായില്ല എന്ന് പറയാം. എപ്പോഴാണോ അവിടെ എന്റെ ദൃഷ്ടി പതിയുന്നത്, ജ്ഞാനം അതിലുണ്ടായിരുന്ന ആവരണത്തെ മാറ്റി. ജ്ഞാനത്തിനെ സംബന്ധിച്ച് അവിടെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അതിലുണ്ടായിരുന്ന അറിവിനെ മാറ്റുക. അവിടെ ജ്ഞാനം പ്രകാശിക്കുന്നു. ആ ജ്ഞാനം ഒരു ഉപാധിയെ ആശ്രയിച്ചിട്ട് പ്രകാശിക്കുന്നു. ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെടുന്നതാ പുസ്തകം. അങ്ങനെ ഓരോ വസ്തുവിനെ കുറിച്ചും പ്രതിക്ഷണം
എന്താണ്? അറിവുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ അറിവ് ഉള്ളിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനെ സംബന്ധിച്ച്, ആ ഉപാധിയെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയെ നീക്കുക. അതിനപ്പുറം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അറിവുണ്ടാകുന്നു, അറിവില്ലായ്മയെ നീക്കുന്നു. അങ്ങനെ അറിവ് പ്രകാശിക്കുന്നു. ഈ രീതിയിലാണ് ഉണർന്നിരിക്കുമ്പോൾ ഈ തുര്യൻ പ്രകാശിക്കുന്നത്. ഇങ്ങനെ ബാഹ്യമായ ഒരു വസ്തുവിനെ ആശ്രയിച്ച്, അത് നമ്മുടെ ശരീരമാകാം, മനസ്സാകാം, പുറമേയുള്ള വസ്തുക്കളാകാം, സ്ഥൂലമാകാം, സൂക്ഷ്മമാകാം, ഇങ്ങനെയുള്ള നിരവധി പ്രപഞ്ച ഘടകങ്ങളെ ആശ്രയിച്ച് ഇതിങ്ങനെ പ്രകാശിക്കുന്നതുകൊണ്ടാണ് ഇവന് വിശ്വൻ എന്ന് പേര് വന്നത്. വിശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവവും. വിശ്വശബ്ദത്തിന്റെ അർത്ഥം സർവവും എന്നാണ്. വിശ്വൻ, സർവത്തെയും ആശ്രയിച്ച് പ്രകാശിക്കുന്നവൻ. ആ തുര്യനിൽ വന്നിരിക്കുന്ന ഒരു ന്യൂനത അതാണ്. എന്താണ്? അവൻ ഈ സർവത്തെയും ആശ്രയിച്ച് പ്രകാശിക്കേണ്ടി വരുന്നു. പുസ്തകത്തെ അറിയുന്നത് വരെ ഞാൻ പുസ്തകത്തെക്കുറിച്ച് അജ്ഞനായിരുന്നു. പുസ്തകത്തെ അറിഞ്ഞപ്പോഴേ എനിക്ക് അജ്ഞാനത്തെ മാറ്റി പുസ്തക പ്രകാശം ഉണ്ടായിരുന്നു, പുസ്തക അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ അറിവ് പ്രവർത്തിക്കുമ്പോൾ അജ്ഞാനം മാറുന്നു. ഇതിനപ്പുറം ഇവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ അജ്ഞാനം മാറുന്നു, അറിവ് പ്രകാശിക്കുന്നു. ഇതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കാനുമില്ല. ബാഹ്യമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പുസ്തകത്തെ അറിഞ്ഞില്ല ഇതുവരെ. ഇനി പുസ്തകത്തെ നീ അറിഞ്ഞില്ല, നിന്നെ നിനക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? അറിയാം, എനിക്കറിയാം, ഞാൻ ഇന്നാരാണ്, ഞാൻ ഇന്ന സ്വാമിയാണ് എന്നറിയാം, ഇന്ന സ്ഥലത്തെ സ്വാമിയാണെന്നറിയാം. അവിടെയും അറിവെന്ത് വരുന്നു? മറ്റു പലതിനോടും ബന്ധപ്പെടുത്തി, ഉപാധികളോട് ബന്ധപ്പെടുത്തിയാണ് എന്നെ ഞാൻ അറിയുന്നത്. സ്വാമിത്വം എന്ന് പറയുന്ന ഒരു ഉപാധിയോട് ബന്ധപ്പെടുത്തി ഞാൻ എന്നെ അറിയുന്നു. സ്വാമിത്വം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ തന്നെ എന്നിൽ കൽപ്പിച്ച ഒന്നാണ്. എന്റെ അജ്ഞാനം തന്നെ എന്നിൽ കൽപ്പിച്ചിരിക്കുന്നതാണ് എന്റെ സ്വാമിത്വം. എന്റെ വേഷഭൂഷാദികൾ കൊണ്ടും എന്റെ കർമ്മങ്ങൾ കൊണ്ട്, എന്റെ ജീവിതചര്യകൾ കൊണ്ടും ഞാൻ എന്നിൽ ആരോപിച്ചിരിക്കുന്ന ഒന്നാണത്. അപ്പൊ ആ അറിവ് പൂർണ്ണമാണ്. അറിവും പൂർണ്ണമല്ല. അതുകൊണ്ടാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് എന്താണ്? നീ വർണ്ണമല്ല, ആശ്രമമല്ല എന്നിങ്ങനെ ബോധിപ്പിച്ച് ശ്രുതി എന്ത് ചെയ്യുന്നു? തന്റെ യഥാർത്ഥ സ്വരൂപത്തെ നീ തുര്യനാണെന്ന് ബോധിപ്പിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ഞാൻ എന്തെല്ലാം ഉപാധികളെ ആശ്രയിച്ചിട്ടാണോ എന്നിൽ അജ്ഞാനത്തെ നിലനിർത്തിയിരുന്നത്, ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ശ്രുതി. അത്രയേ സംഭവിക്കുന്നുള്ളൂ. വേറൊന്നും അവിടെ ചെയ്യാനുമില്ല, വേറൊന്നും സംഭവിക്കുന്നുമില്ല. എന്നെ സംബന്ധിച്ചുള്ള എന്റെ കൽപ്പനകളെ നിഷേധിക്കുന്നു. അതെല്ലാം വെറും കൽപ്പനകളാണ്, എന്റെ തന്നെ കൽപ്പനകളാണ്. അതുകൊണ്ടാണ് അതിനെ അജ്ഞാനമെന്ന് പറയുന്നത്. ഇതിനപ്പുറം വേറൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് വീണ്ടും പറയുന്നത്. അതിനാണ് ഉദാഹരണത്തിലൂടെ പറയുന്നത്, തമോ അപനയം വ്യതിരേകീണ ഘടാധികമേ പ്രമാണം വ്യാപ്രിയതേ. അങ്ങനെ നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ ഈ ജ്ഞാനം, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഘടമോ പടമോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ അറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ പ്രമാണം എന്ന് വെച്ചാൽ ആ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു. അതല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. അത് തന്നെയാണ് ശ്രുതി നിന്റെ സ്വരൂപത്തെ, നിന്റെ ആത്മാവിനെ ബോധിപ്പിക്കുമ്പോഴും അവിടെ ഇതേ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെയല്ല ശ്രുതി അതിനെ ബോധിപ്പിച്ചു, ഇനി എനിക്ക് വേറെ പലതും ചെയ്യാനുണ്ട്, ശ്രുതി ബോധിപ്പിച്ചതിൽ എനിക്ക് ധ്യാനിക്കണം, എനിക്ക് സാക്ഷാത്കരിക്കണം എന്നൊക്കെയാണ് നീ കരുതുന്നതെങ്കിൽ ശ്രുതിയുടെ ആ ബോധനത്തെ നീ തെറ്റായി ധരിച്ചിരിക്കുന്നു. ശ്രുതിയുടെ ആ ബോധന പ്രക്രിയയിൽ നിനക്ക് ഭ്രാന്തി വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഏതുപോലെ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു, തേഷാം, അങ്ങനെ ഭ്രാന്തി ഉള്ളവരെ സംബന്ധിച്ച് പറയുകയാണ്, ഛേദ്യ അവയവ സംബന്ധ വിയോഗ വ്യതിരേകേണ അന്യതരാവയവി ഛിതിർ വ്യാപ്രിയതയുക്തം സ്യാർ. എല്ലാം എന്താണ്? ലൗകികമായ ദൃഷ്ടാന്തങ്ങളിലൂടെ ഇതിനെ ബോധ്യപ്പെടുത്തി തരാൻ പറ്റും. ആദ്യം പരമാർത്ഥം പറയും, നിനക്ക് ബോധിച്ചോ, ബോധിച്ചില്ലെങ്കിലോ പിന്നെ നിനക്ക് മനസ്സിലാകുന്നുള്ള ഭാഷയിൽ നിനക്ക് മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണത്തിലൂടെ പറയും. ഇവിടെ എന്താണ് പറയുന്നത്? ഒരാൾ വിറക് കീറുന്ന ഉദാഹരണം എടുക്കുകയാണ്. വിറക് കീറുമ്പോൾ എന്താണ്? അയാൾ വിറക് മുമ്പിലിട്ടിട്ട് കോടാലി കൊണ്ട് ആഞ്ഞതിൽ വെട്ടുകയാണ്. എന്ത് സംഭവിക്കുന്നു? വെട്ടുന്ന ഭാഗത്ത് വിറക് രണ്ടായി പിളർന്നു പോകും. ഇവിടെ ഛിതിക്രിയ എന്ന് പറയുന്നത് എന്താണ്? ആഞ്ഞുള്ള വെട്ടാണ്.
ഓടാലി ആഞ്ഞ് വിറകിൽ പതിക്കുന്നതാണ് ചിതിക്രിയ. അതവിടെ എന്ത് ചെയ്യുന്നു? അതിന്റെ അവയവ വിയോഗത്തെ വരുത്തുന്നു. ഒന്നായിരുന്ന ആ ഒരു വസ്തുവിനെ രണ്ടാക്കുന്നു. ഇതല്ലാതെ അവിടെ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ചിതിക്രിയയിൽ എന്തെങ്കിലും ഗുണമോ ദോഷമോ ആ അവയവങ്ങളിൽ വരുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുത്താനുണ്ടോ? ഒന്നും തന്നെ വരുത്തുന്നില്ല, ഒന്നും വരുത്താനുമില്ല. അവിടെ അത് ഒന്നിച്ചിരിക്കുന്നതിന് അതിന്റെ സംയോഗം എന്ന് പറയും, അവയവ സംയോഗം എന്ന് പറയും. വിറകെന്ന് പറയുന്ന ഒരു വസ്തു അനേക അംശങ്ങൾ കൂടി ചേർന്നാണ്. ആ അനേക അംശങ്ങൾ പരസ്പരം യോജിച്ചിരിക്കുന്നതിനാണ് അതിന്റെ അവയവ സംയോഗം എന്ന് പറയുന്നത്. നമ്മളതിനെ പിളർന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിൽ ഉണ്ടായിരുന്ന ആ സംയോഗങ്ങൾക്ക് വിയോഗം സംഭവിച്ചു. അപ്പൊ ചിതിക്രിയയുടെ ഫലം എന്ന് പറയുന്നത് എന്താണ്? വിയോഗമാണ്. എന്താണ്? അതിന്റെ കൂടിച്ചേർന്നിരുന്ന ആ അവസ്ഥയിൽ നിന്ന് രണ്ടാകുന്ന അവസ്ഥ, സംയോഗത്തിന്റെ വിയോഗം. അപ്പൊ അതല്ലാതെ അവിടെ എന്താണ് വിശേഷിച്ച് സംഭവിക്കുന്നത്? അത് മാത്രം എടുത്താൽ മതി. ഇതിന് അജ്ഞാനമായിട്ടൊന്നും ബന്ധപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണ വിറക് കീറുന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അവിടെ ആത്മാവും അജ്ഞാനവും ഒന്നും കൊണ്ടുവരില്ല. അത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ വിറക് കീറുന്നിടത്ത് സംഭവിക്കുന്നത് ഒന്നായിരുന്നു രണ്ടായി മാറുന്നു. എന്നുവെച്ചാൽ സംയോഗത്തിന് വിയോഗം സംഭവിക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ ഛേദനക്രിയ കൊണ്ട്, അതിന്റെ ഉദ്യമന നിപാതന ക്രിയ എന്ന് വെച്ചാൽ കോടാലി ഉയർത്തുന്നു താഴ്ത്തുന്നു, അതാണ് അവിടെ സംഭവിക്കുന്ന ക്രിയ. ആ ക്രിയ കൊണ്ട് ആ വസ്തുവിൽ ഇത് സംഭവിക്കുന്നു. എന്താണ്? സംയോഗത്തിന് വിയോഗം സംഭവിക്കുന്നു. അത് അതിന്റെ നിലയിൽ തന്നെ മനസ്സിലാക്കുക, എന്നാൽ സൂക്ഷ്മമായി മനസ്സിലാക്കുക. അവിടെ കൂടുതലായി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവരും? അത് ആ തടിയെ, ആ കോടാലി രണ്ടായി പിളർന്നതിന് ശേഷം പിന്നെ മറ്റെന്തോ കൂടി അവിടെ ചെയ്തു എന്ന് സ്വീകരിക്കേണ്ടി വരും. ഇല്ല, വിയോഗം മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതിനപ്പുറം വേറൊന്നിന്റെ ആവശ്യം അവിടെ ഇല്ല. ആ ക്രിയയുടെ ഫലം അത്രയേ ഉള്ളൂ, അതിൽ അവസാനിക്കുന്നു. ഇതാണ് വാസ്തവമെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന അത്രയേ ഉള്ളൂ. എന്താണ്? ഈ കോടാലിക്ക് സമമാണ്, ഈ ആയുധത്തിന് സമമാണ് ഇവിടുത്തെ ജ്ഞാനപ്രമാണം, ശ്രുതിയുടെ ബോധനം. ആ ശ്രുതിയുടെ ബോധനം എന്ത് ബോധിപ്പിക്കുന്നു? നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം, അല്ലെങ്കിൽ നേതി നേതി, അല്ലെങ്കിൽ തത്വമസി, ഇങ്ങനെയെല്ലാം ഈ ശ്രുതി ബോധിപ്പിക്കുന്ന ആ ബോധനം എന്ന് പറയുന്നത് എന്താണ്? ഈ വിറകിലുള്ള ആയുധപ്രയോഗം പോലെയാണ്. അതിനൊന്നേ ചെയ്യാനുള്ളൂ. എന്താണ്? ഇതിന്റെ വിയോഗം. എന്താണ്? ആ അജ്ഞാനത്തിന്റെ വിയോഗം. അതേ സംഭവിക്കും, മറ്റൊന്നും അവിടെ സംഭവിക്കത്തില്ല. മറ്റൊന്നും സംഭവിക്കാൻ അവിടെ വഴിയില്ല, മറ്റൊന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല. വിറക് രണ്ടാകുക എന്നുള്ള അല്ലാതെ മറ്റൊരു പ്രവൃത്തിയുടെ അവിടെ ആവശ്യമില്ല. പിന്നെ ഒരാൾ പറയുന്നു, ആ മാറുന്ന വിറകിൽ പ്രത്യേക ഗുണങ്ങളുണ്ടായി, അതിന് വേരുണ്ടായി, പൂവുണ്ടായി, തളിരുണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് ബാക്കിയുള്ള അഭ്യാസങ്ങളെല്ലാം എന്നാണ് ഇവിടെ പറയുന്നത്. സാധനാന്തരങ്ങൾ എന്ന് പറയുന്നത് അതുപോലെയാണ്. ശ്രുതി ബോധിപ്പിക്കുന്നു തത്വമസി. അവൻ വിത്പന്നനാണെങ്കിൽ, അവൻ സംസ്കൃത ചിത്തനാണെങ്കിൽ അവൻ ബോധിക്കുന്നു എന്റെ സ്വരൂപം ആത്മാവാണ്. അപ്പോൾ അത് അവിടെ തീർന്നു. അതിനപ്പുറം അവിടെ വേറൊന്നും സംഭവിക്കേണ്ടതായിട്ടില്ല. അപ്പൊ ഇവിടെ തമസിന്റെ വിയോഗം അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ വിയോഗം, അതോടുകൂടി ആ പ്രവൃത്തി പൂർണ്ണമായി. ശ്രുതിയുടെ ബോധനം അത് പൂർണ്ണമായി, അത് ചാരിതാർത്ഥ്യം അടഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അല്ല എന്ന് കരുതുകയാണെങ്കിൽ ഇവിടെയും മറ്റു പലതും സംഭവിച്ചു എന്ന് കരുതേണ്ടി വരും. വിറക് കീറുകയല്ല, ആ വിറകിൽ പിന്നെ പൂവും കായും എല്ലാം വന്നെന്ന് പറയേണ്ടി വരും. അതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. പുനഃസ്തമോ അപനയം വ്യതിരേകേണ ഘടാധികമേ പ്രമാണം വ്യാപ്രിയതേ. ഇരുട്ടിനെ മാറ്റുക എന്നുള്ള അല്ലാതെ മറ്റെന്തെങ്കിലും അവിടെ അറിവുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഛേദ്യ അവയവ സംബന്ധ വിയോഗ വ്യതിരേകേണ, ഛേദ്യമായിരിക്കുന്ന ആ വസ്തുവിന്റെ അവയവ സംബന്ധത്തിന്റെ വിയോഗം കൂടാതെ അന്യതരവയവി, അതിന്റെ അവയവങ്ങളിൽ ചിതിൽ വ്യാപ്രിയതേ, ആ ഛേദനക്രിയ എന്തൊക്കെ പ്രവർത്തിച്ചു ഇത് യുക്തം സ്യാദ് എന്ന് പറയേണ്ടി വരും. ഇത് പറയുന്നത് എന്താണ്? സാധനാന്തരം എന്ന മൃഗ്യം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇത് കേൾക്കണം, പിന്നീട് ധ്യാനിക്കണം,
പിന്നീട് സാക്ഷാത്കരിക്കണം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, അതിനെ നിഷേധിക്കുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാത്തവർക്ക് പലതും ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പൊ കേൾക്കുക, ശ്രവണമെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രവിച്ചു കഴിഞ്ഞു എന്നിട്ടും ചരിതാർത്ഥനായില്ല എന്നുള്ളവരെ ഉദ്ദേശമല്ല പറയുന്നത്. ശ്രവണത്തിൽ ചാരിതാർത്ഥ്യം അടയുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരാൾ പറയുകയാണ് ഞാൻ ശ്രവിച്ചിട്ടും എനിക്ക് ചാരിതാർത്ഥ്യം ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ ശ്രവിച്ചില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ശ്രവണം സംഭവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ശ്രവണം ഇത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ വിഷയമാണ്, ഞാൻ ആദ്യം പറയുന്നില്ല. മാണ്ഡവ്യത്തിന്റെ താല്പര്യം ഇതാണെങ്കിലും ഇത് മുൻപ് പറഞ്ഞ പല ചർച്ചകളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ്, ഈ ശ്രവണം ഇവിടെ തന്നെ സംഭവിക്കേണ്ട കാര്യമാണ്, അല്ലാതെ നാളെ വേറൊരു സ്ഥലത്ത് ഇത് സംഭവിക്കേണ്ട കാര്യമല്ല. ശ്രുതി എപ്പോഴാണോ നിങ്ങളെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് അപ്പോൾ തന്നെ അത് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടിരിക്കും, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ശ്രുതി തറപ്പിച്ച് പറയുന്നത്. അത് അന്വേഷിക്കുക. മൃഗ്യം എന്ന് വെച്ചാൽ അന്വേഷണം, അന്വേഷിക്കേണ്ടത് എന്നർത്ഥം. സാധനാന്തരം ന മൃഗ്യം. മൃഗ്യം എന്ന് വെച്ചാൽ അന്വേഷിക്കേണ്ടത്, ന മൃഗ്യം എന്ന് വെച്ചാൽ അന്വേഷിക്കേണ്ടതല്ല എന്നർത്ഥം. മറ്റൊരു ഉപായത്തെ നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നാണ്. മൃഗവുമായിട്ട് ബന്ധപ്പെടുത്തി കളയരുത്. ചിതിൽ വ്യാപ്രിയതയുക്തം സ്യാത്, അങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോ അതല്ല ഇനി എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്ന് ഒരാൾ ധരിക്കുകയാണെങ്കിൽ ആ ധാരണയെ മാറ്റാൻ വേണ്ടി ശ്രുതി ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ശ്രുതിയുടെ ഭാഷയിൽ ഭാഷ്യകാരൻ അത് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് സഫലമായി കഴിഞ്ഞാൽ അവിടെ സംസാര നിവൃത്തി സംഭവിച്ചു. അത് സഫലമായില്ലെങ്കിൽ അയാൾ സംസാരിയായി തന്നെ തുടരും. അതാണ് ഇവിടെ പറയുന്നത്. യഥാ പുനഃ ഘടതമസോർ വിവേകകരണേ പ്രവൃത്തം പ്രമാണം അനുപാദിത തമോ നിവൃത്തി ഫലാവസാനം ചിതിരിവ ചേദ്യാവയവ സംബന്ധ വിവേകകരണേ പ്രവൃത്ത തദവയവദ്വൈധീഭാവ ഫലാവസാന തദാനാന്തരീയകം ഘടവിജ്ഞാനം ന തത് പ്രമാണഫലം. വീണ്ടും അത് ആ ജ്ഞാനനാശത്തെക്കുറിച്ചും ജ്ഞാനപ്രാപ്തിയെക്കുറിച്ചുമെല്ലാം വീണ്ടും ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുകയാണ്. കാരണം ഇവിടെ ഇതാണ് അവിടെ നമ്മുടെ അന്ധകരണത്തിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം. ഇവിടെ ശ്രവണം, തത്വശ്രവണത്തിനപ്പുറം ഒരു സാധന ഇല്ല, പരമാർത്ഥത്തിലില്ല. ആ പരമാർത്ഥത്തിൽ എല്ലാം ഉണ്ട്. അപ്പൊ അതിനെ വിടുക. പരമാർത്ഥത്തിൽ ഇല്ല എന്ന് പറയുമ്പം ആ പരമാർത്ഥമായി എല്ലാം ഉണ്ടോ എന്നുള്ള കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് മനസ്സിൽ കരുതിക്കൊണ്ട് ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ വരും. സ്വാമി വേറൊന്നും വേണ്ട, എല്ലാത്തിനെയും നിഷേധിച്ചു എന്ന് പറയും. ആർക്ക് എന്താവശ്യമുണ്ടോ അതിനെ അവരവർ സ്വീകരിച്ചുകൊള്ളുക, അതിനെ വേണ്ടെന്ന് പറയുന്നില്ല. ജപമോ ധ്യാനമോ യോഗമോ മറ്റെന്തെങ്കിലും തലകുത്തി മറിച്ചതോ എന്തുണ്ടെങ്കിലും അതെല്ലാം ആകാം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പരമാർത്ഥത്തിൽ ഏതാണ് വേണ്ടത് അതാണ് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. യഥാ പുനഃ ഘടതമസോ വിവേകകരണേ പ്രവൃത്തം പ്രമാണം. പ്രമാണം എന്ന് പറയുന്നത് ജ്ഞാനം. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ എന്റെ ദൃഷ്ടി പതിഞ്ഞപ്പോ എന്റെ ഉള്ളിലുണ്ടായ ജ്ഞാനം, അതാണ് പ്രമാണം എന്ന് പറയുന്നത്. അതിന് എന്താണ്, എന്റെ കണ്ണാണ് മുഖ്യമായ ഉപായമായി തീർന്നത്. അത് ചെവിയിലൂടെ അറിവുണ്ടാകാം, ത്വക്കിലൂടെ ഉണ്ടാകാം, നാക്കിലൂടെ ഉണ്ടാകാം, എങ്ങനെയുണ്ടാകാം. അപ്പോ ഇവിടെ ഇപ്പോ എന്തായാലും ശരി, എന്താണ്, മുമ്പിലിരുന്ന വസ്തുവിനെ ദൃഷ്ടി പതിഞ്ഞപ്പോ എന്റെ ജ്ഞാനം ഉണ്ടായപ്പോ അവിടെ എന്ത് സംഭവിച്ചു? ഘടതമസോഹോ വിവേകകരണം. അവിടെ വേർതിരിച്ചു. ഇത് കുടമാണ് എന്നുള്ള ബോധമുണ്ടാക്കി അതിനെ സംബന്ധിച്ച് അന്നുവരെ നിലനിന്നിരുന്ന, അനാദിയായി നിന്നിരുന്ന ആ അറിവില്ലായ്മയെ ഇല്ലാതാക്കി. അതാണ് അനാദികാലമായി ഒന്നിച്ചിരുന്ന ഒരു വസ്തുവിനെ ആ ചിതിക്രിയ രണ്ടാക്കി. അതിനോട് താരതമ്യപ്പെടുത്തി ഇത് പറയും. അത് നമുക്ക് എളുപ്പം മനസ്സിലാകുന്ന ബാഹ്യമായൊരു ദൃഷ്ടാന്തമായുണ്ട് അതിന് പറയുന്നു.
അതുപോലെ പ്രമാണം അനുപാദിച്ചിതം, അനുപാദിച്ചിത തമോ, അനുപാദിച്ചിതമായ തമം, നമ്മൾ ഒരിക്കലും വേണമെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാവാത്ത ആ തമസ്, ആ ഇരുട്ട്, തമസിനെ ഇരുട്ടിനെ ആക്കും ഇഷ്ടമുള്ളതാണ്. നമ്മളതിനെ നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എപ്പോഴും മനസ്സെന്ത് ചെയ്യുന്നു, എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്, അതിനെ അറിയാനാണ്. എങ്ങനെ അറിയാം, ഏത് വിഷയത്തെ സംബന്ധിച്ചും അറിയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തമസ്സിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണമാണ് അനുപാദിച്ചിതം, സ്വീകരിക്കാൻ ആഗ്രഹിക്കാത്തതായ അല്ലെങ്കിൽ ത്യജിക്കാൻ ഇച്ഛിക്കുന്നതായ, അത് വേണ്ടാത്തതായ, അനിഷ്ടമായ എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെയുള്ള ആ തമസ്, ആ തമസ്സിനെ എന്ത് ചെയ്യുന്നു, നിവൃത്തി ഫലാവസാനം, ആ തമസ്സിനെ ഇല്ലാതാക്കുന്നു. എപ്പോഴാണോ നമ്മൾ വസ്തുവിനെ കുറിച്ച് അറിയുന്നത്, അപ്പോൾ ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള ആ അറിവില്ലായ്മയെ അറിവ് നശിപ്പിക്കുന്നു. അറിവ് അത് ഒരിക്കലും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല, അത് അറിവിനെ ആശ്രയിച്ച് നിലനിർത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് ഈ തമസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ തമസ്സിനെ തള്ളിക്കളയുന്നു, വേണ്ടാത്തതായതുകൊണ്ട് തള്ളിക്കളയുന്നു. എന്നിട്ട് ആ വസ്തുവിനെ പ്രകാശിക്കുന്നു. ഇത് നിരന്തരം ജീവന്റെ ഉള്ളിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവൻ തന്നെ എന്താണ്, ചൈതന്യവാനായതുകൊണ്ട് ഈ സ്ഥൂലമായ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിന്റെ എല്ലാം സഹായത്തോടുകൂടി ഈ ഒരു പ്രക്രിയയെ ആ ജീവൻ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ്, തന്നെ പിടികൂടിയിരിക്കുന്ന ഈ തമസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അതാണ് പ്രപഞ്ചാനുഭവം. അതാണ് ഉണരുന്നതും അതിനുവേണ്ടി തന്നെയാണ് ഉറങ്ങുന്നതും അതിനുവേണ്ടി തന്നെയാണ് സ്വപ്നം കാണുന്നതും, എല്ലാം അതിനുവേണ്ടി തന്നെയാണ്. ആ ബോധത്തെ പ്രകാശിപ്പിക്കാൻ. ഇതിനാണ് ഉപനിഷത്ത് വേറൊരു ഭാഗത്ത് പറയും, വേറെ രീതിയിൽ എന്താണ്, പ്രതിബോധ വിദിതം മതം. ആ പ്രതിബോധത്തിൽ അത് പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ബോധത്തിലും ഓരോ അനുഭവത്തിലും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രകാശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് പ്രകാശിക്കാനുള്ള ഒരു ശ്രമമാണ്. വിജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അത് തന്നെ സ്വയം പ്രകാശം. അവനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ്, പ്രതിബോധത്തിലും അത് പ്രസിദ്ധമായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെയും പറയുന്നത്. ആ തമസിനെ അത് ഇല്ലാതാക്കുന്നു. ആ പ്രവൃത്തി, പ്രമാണപ്രവൃത്തി, ഉള്ളിലിരിക്കുന്ന ബോധം ഏതുപോലെ ചിതിരിവ ഛേദ്യാവയവ സംബന്ധ വിവേകകരണേ പ്രവൃത്ത. ഛേദ്യാവയവ സംബന്ധത്തെ, ഛേദ്യമായിരിക്കുന്ന ആ വസ്തുവിന്റെ വിറകിന്റെ അവയവ സംബന്ധത്തെ, ആ സംയോഗത്തെ വിവേകകരണെ വേർതിരിക്കുന്നതിനെ, രണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതായ ആ ചിതി, ആ ഛേദനക്രിയ എങ്ങനെയാണോ അവിടെ രണ്ടിനെ രണ്ടാക്കുന്നത്, ഇവിടെയും രണ്ടിനെ രണ്ടാക്കുന്നു. ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തെ ഇല്ലാതാക്കി കളയുന്നു, നശിപ്പിക്കുന്നു. തദവയവ ദ്വൈതീഭാവ ഫലാവസാന. അവിടെ എന്ത് സംഭവിക്കുന്നു, വീണ്ടും പറയുന്നു, അവയവ ദ്വൈതീഭാവം, ആ ഒന്നിനെ രണ്ടാക്കുന്നു. രണ്ടു കൂടിച്ചേർന്നാണ് അത് ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ ഛേദനക്രിയ ആ ഒന്നായിരുന്നതിനെ വീണ്ടും രണ്ടാക്കുന്നു. അല്ല വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല, അത്രേ സംഭവിക്കുന്നുള്ളൂ എന്നർത്ഥം. ഇനി ഇവിടത്തെ സംബന്ധിച്ചൊരു വിശേഷത കൂടി പറയും. എന്താണ്, നമ്മൾ പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രവണം ചെയ്യുന്നതോ അല്ലെങ്കിൽ ധ്യാനിക്കുന്നതോ എല്ലാം ചെയ്യുന്നത് എന്താണ്, ഈ ആത്മജ്ഞാനത്തിന്റെ ലാഭത്തിന് വേണ്ടിയാണ്, ആത്മജ്ഞാനത്തെ നേടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഭ്രമത്തെ കൂടെ ഇവിടെ മാറ്റുകയാണ്. നിങ്ങൾ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ സത്സംഗം ശ്രവിച്ചോ ഈ ജ്ഞാനത്തെ നേടിക്കളയാമെന്ന് വിചാരിക്കില്ല. അത് സാധ്യമല്ല എന്നാണ്. അങ്ങനെ നേടാൻ പറ്റിയൊരു സാധനമല്ല, ആർജിക്കാവുന്ന ഒന്നുള്ള അല്ല. ആർജിക്കാൻ നമുക്ക് പലതുമുണ്ട്. സമ്പത്തിനെ ആർജിക്കാം, പ്രശസ്തി ആർജിക്കാം, ലൗകികമായ എല്ലാത്തിനെയും ആർജിക്കാം. ജ്ഞാനത്തെ നമുക്കങ്ങനെ ആർജിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ ആർക്ക് ആർജിക്കാൻ പറ്റും? സ്വയം പ്രകാശസ്വരൂപമായിരിക്കുന്ന അതിനെ ആർജിക്കാൻ മറ്റൊരുത്തനില്ലല്ലോ. അതുകൊണ്ട് ആർജന സാധ്യമല്ല. അതിനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയുന്നു, തഥാ നാന്തരീയകം ഘടവിജ്ഞാനം നതത് പ്രമാണഫലം. ഒരു പ്രധാനമായ വിഷയത്തെക്കുറിച്ച് പറയും. നിങ്ങൾ എന്ത് ധരിക്കുന്നു? എന്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിച്ച്
എന്റെ ചക്ഷുരേന്ദ്രിയം ആ വിഷയവുമായി, അതാണ് അതിന്റെ പ്രക്രിയയെക്കുറിച്ച് സാധാരണ പഠിപ്പിക്കുന്നത്. ചക്ഷുരേന്ദ്രിയം ആ കണ്ണു തുറക്കുന്നു, ചക്ഷുരേന്ദ്രിയം ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നതനുസരിച്ചാണെങ്കിൽ തലച്ചോറിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു, എന്തൊക്കെയോ രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. അവസാനം മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ തലച്ചോറിൽ എവിടെയോ പതിയുന്നു. അപ്പോൾ നമ്മൾ ധരിക്കുന്നു എന്താണ്, ഈ വസ്തുവിനെ ഞാൻ അറിഞ്ഞു എന്നാണ് നമ്മൾ ഭൗതികമായി പഠിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രങ്ങളിലും പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്, ഇന്ദ്രിയ അർത്ഥ സംബന്ധം ഉണ്ടാകുന്നു. അന്ധകരണം ആ ഇന്ദ്രിയദ്വാര, ഇന്ദ്രിയം എന്ന് പറയുന്നത് ഈ കാണുന്ന കണ്ണല്ല, ഇത് ഗോളകമാണ്. ഇതിലൊരു സൂക്ഷ്മമായ ശക്തി വിശേഷമുണ്ട്. അത് സൂക്ഷ്മഭൂത കാര്യമാണ്. അതിനെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. അതാ ചക്ഷുരേന്ദ്രിയത്തിലൂടെ പുറത്തു പോകുന്നു. ആ ഇന്ദ്രിയ പുറത്തുള്ള വിഷയവുമായി ബന്ധപ്പെടുന്നു. അവിടെയുള്ള തമസ്സിനെ നീക്കുന്നു. ജ്ഞാനം അതിനെ പ്രകാശിപ്പിക്കുന്നു. ജ്ഞാനം പ്രകാശിപ്പിക്കുന്നു വസ്തുവിനെ എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ദ്രിയത്തിന്റെ ആയാസം, പ്രവൃത്തി, അത് കുറച്ച് പണിപ്പെട്ടല്ലോ. അത് നമ്മുടെ കണ്ണിലൂടെ പുറത്തുപോയി ആ വസ്തുവുമായി ബന്ധപ്പെട്ടു. എന്നിട്ട് പ്രകാശത്തിന്റെ സഹായം സ്വീകരിച്ചു, മനസ്സിന്റെ സാന്നിധ്യം സ്വീകരിച്ചു. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇത് ഇന്ന വസ്തുവാണെന്നുള്ള ഒരു ബോധത്തെ സൃഷ്ടിക്കുകയാണ്. ഈ ലൗകികമായ നമ്മുടെ അനുഭവത്തിൽ പോലും ഒരിടത്തും അങ്ങനെയുള്ള ഒരു ബോധം സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നാ പറയുന്നു. ഒരു വിഷയത്തെക്കുറിച്ചുമുള്ള അറിവ് നമ്മളായിട്ട് ആർജിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഞാൻ, എന്റെ മനസ്സ്, എന്റെ ഇന്ദ്രിയം, ബാഹ്യമായ വിഷയം, ഇതിന്റെ എല്ലാം വ്യാപാരം, പ്രവൃത്തി, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങനെ ഒരു ബോധത്തെയും ഇവിടെ സൃഷ്ടിക്കുന്നില്ലെന്നാണ് ആണ് പറയുന്നത്. എന്താണ്, നാന്തരീകം ഘടാതി വിജ്ഞാനം. ഇവിടെ ഇന്ദ്രിയവും വിഷയവുമായി ബന്ധപ്പെടുകയും അജ്ഞാനം നശിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഘടവിജ്ഞാനം, പ്രമാണഫലം, അത് പ്രമാണഫലമല്ല. ഇവയെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല, സൃഷ്ടിച്ച ഒന്നല്ല. പിന്നെ എങ്ങനെ സംഭവിക്കുന്നു? ഈ ഇന്ദ്രിയ പ്രവൃത്തി എന്തിനു സഹായിച്ചു? പ്രമാണം എന്തിനാണ് സഹായിച്ചത്? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പ്രമാണം ഒരിക്കലും ജ്ഞാനത്തെ സൃഷ്ടിക്കുന്നില്ല. പ്രമാണം ഒരിക്കലും ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ അതിന് ശേഷിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ, ശ്രുതി എന്ന് പറയുന്നത് എന്താണ്, വേദത്തിനും ഇതിനെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. വേദവും അവിടെ പരാജയപ്പെടുന്നു. ഇതിനെ വേറെ തരത്തിൽ ഫലവ്യാപ്തി, വൃത്തിവ്യാപ്തി എന്നെല്ലാം പറഞ്ഞ് സാങ്കേതികമായ ഭാഷയിൽ വേറെ ഭാഗങ്ങളിൽ ഇതിനെ വിശദീകരിക്കും. അതുപോട്ടെ, ഇവിടെ ഇപ്പം നമ്മൾക്ക് ആ ഭാഷകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ആ രീതി മനസ്സിലാക്കണ്ട, അല്ലാതെ തന്നെ മനസ്സിലാക്കാം. ശ്രുതി പറയുന്നു, ശ്രുതിക്ക് ഇതിനെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണോ, ശ്രവണം കൊണ്ട് തന്നെ ഇതിനെ ബോധ്യപ്പെടണം. ഇതിൽ ഒരു പരസ്പര വൈരുദ്ധ്യവും ചിലപ്പോൾ തോന്നിയേക്കാം. ഒരു ഭാഗത്തുകൂടി പറയുന്നത് എന്താണ്, ശ്രവണത്തിൽ നിങ്ങളിത് ബോധ്യപ്പെടണം. വേറെ ഭാഗത്ത് പറയുന്നു, നേരത്തെ എന്ന് പറയുന്നത് എന്താണ്, എന്നാ ശബ്ദാഭിധേയം, ഇത് ശബ്ദത്തിന്റെ വിഷയമല്ല. അനഭിധേയം, വാക്കിന് വിഷയമല്ല. വാക്കിന് വിഷയമല്ലാത്ത, ശബ്ദത്തിന് വിഷയമല്ലാത്ത ഒന്നിനെ എങ്ങനെ ശബ്ദം കൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റും? ഇനി ശബ്ദം കൊണ്ട് ബോധ്യപ്പെടുത്താൽ അതെങ്ങനെ പരമാർത്ഥമാകും? അങ്ങനെ സംശയം വരും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, ശബ്ദത്തിന്റെ കാര്യം പോട്ടെ, ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രതിക്ഷണം പ്രപഞ്ചബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമല്ല. അത് എന്താ അങ്ങനെ പറയാൻ കാരണം? നേരത്തെ പറഞ്ഞു ചിരിക്രിയ, ചേതനക്രിയ, അതിന്റെ ഫലമാണ് അവിടെ അവയവ വിയോഗം. അത് രണ്ടായത്. അവിടെ സംശയമൊന്നും വേണ്ട. ആ കോടാലി കൊണ്ട് ആഞ്ഞ് വെട്ടിയത് കൊണ്ടാണ് അത് രണ്ടായത്. അതിന്റെ ഫലം തന്നെയാണ്. അതുപോലെ ഇവിടെ സൂക്ഷ്മങ്ങളായ മനസ്സോ ഇന്ദ്രിയങ്ങളോ പ്രവർത്തിച്ചിട്ട് ജ്ഞാനത്തെ സൃഷ്ടിക്കുന്നില്ല. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതും പല ഭാഗങ്ങളും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം, ഈ പ്രവൃത്തികളെല്ലാം ആത്യന്തികമായി എന്ത് ചെയ്യുന്നു? ഇതിൽ ഉണ്ടായിരുന്ന ഒരാവരണത്തെ മാറ്റുന്നു. അത്രമാത്രമേ ചെയ്യുന്നു. ജ്ഞാനത്തിൽ തൊട്ട് കളിക്കാൻ ഇതിനൊന്നും ശേഷിയില്ല. എന്തുകൊണ്ട്? അത് പ്രകാശിക്കുന്നതാണ്. തന്റെ മനസ്സ്, തന്റെ ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം എവിടെ നിൽക്കുന്നു? ഇതെല്ലാം തന്നെ നിൽക്കുന്നു. തുര്യനിൽ നിൽക്കുകയാണ്.
തുര്യന്റെ വെളിച്ചത്തിലാണ് ഇതിനെല്ലാം സ്വയം ഉണ്മ ലഭിക്കുന്നത്, നിലനിൽപ്പ് നിൽക്കുന്നത്. അപ്പോൾ ആ തുര്യനിൽ പ്രകാശിക്കുന്നതായ, അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? അറിവിന്റെ ഉള്ളിലാണ്. പുസ്തകത്തെ അറിഞ്ഞിട്ട് ഞാൻ പറയത്തില്ല എന്റെ അറിവ് പുസ്തകത്തിൽ ഇരിക്കുന്നു. അറിവിനെ കുറിച്ച് ഞാനെന്ന് പറയും എന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഈ അറിവിനെ ഉണ്ടാക്കുന്നതിന് നമ്മളെ സഹായിച്ച ഈ കരണങ്ങളെല്ലാം തുര്യനെ ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ അറിവെന്ന്. എനിക്ക് അറിവുണ്ടായിട്ട് നിന്റെ അറിവെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എല്ലാം ഒന്നാണെങ്കിൽ. അപ്പൊ തന്നെ ആശ്രയിച്ചാണ് ഈ കരണങ്ങളിരിക്കുന്നത്. അതുകൊണ്ട് അറിവ് ആത്മനിഷ്ഠമായി അനുഭവപ്പെടുന്നു. ബാഹ്യമായിരിക്കുന്ന വസ്തുവോ അതും ഈ തുര്യനിലാണ് ആത്യന്തികമായി സ്ഥിതി ചെയ്യുന്നത്. രണ്ടിന്റെയും ആത്യന്തികമായ ആധാരം ഒന്ന് തന്നെ. എന്നാലും എന്താണ്? മായയെന്നോ മോഹമെന്നോ അവിദ്യയെന്നോ പറയുന്ന ഒന്ന് ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിന്ന് തടസ്സപ്പെടുത്തി ഈ വസ്തുവിന്റെ പ്രകാശത്തിന് തടസ്സമായി നിന്നു. ആ തടസ്സമായി നിന്ന അവിവേകത്തെ ഇത് നശിപ്പിക്കുന്നു. നശിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ അതുവരെ തടഞ്ഞിരുന്ന അറിവ് പ്രകാശിക്കുന്നു. ആ പ്രകാശത്തെയാണ് ഞാൻ പറയുന്നത് ഞാനിതാ ഈ വസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുന്നു. എങ്ങനെയാണ്? ഒരു ജലത്തെ അണ കെട്ടി തടുത്തു നിർത്തിയിരിക്കുന്നു. അതിലൊരു വിള്ളൽ വീണു കഴിഞ്ഞാൽ ആ ജലം അവിടെ സ്വയം പ്രകാശിക്കുന്നു. അതുപോലെ പ്രകാശം മാത്രമായിരിക്കേണ്ടതാണ്. പക്ഷെ അതിന് ഓരോ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ഉപാധികൾ. ഈ ആത്മനിഷ്ഠമായ ഉപാധികളും ബാഹ്യനിഷ്ഠമായ ഉപാധികളും. ആ ഉപാധികളിലൂടെ ആ ഉപാധികളെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഉപാധികളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ മറയെ മാറ്റുമ്പോൾ അവിടുത്തെ അറിവ് സ്വയം പ്രകാശിക്കുകയാണ്. അല്ലാതെ ഒരറിവും ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതല്ല. ഈ ബാഹ്യമായ വസ്തുക്കളും ആ ആത്മവസ്തുവിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് അതിന്റെ പ്രകാശനത്തിന് തടസ്സമായി നിന്ന ആ അറിവില്ലായ്മയെ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൂടി ചേർന്ന് നീക്കുമ്പോൾ അവിടെയും അറിവ് പ്രകാശിക്കും. ആ അറിവ് ആത്മനിഷ്ഠമായി പ്രകാശിക്കുന്നു. അല്ലാതെ അറിവിനെ അവിടെ സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? നാന്തരീകം ഘടവിജ്ഞാനം. നാന്തരീകം എന്ന് വെച്ചാൽ അവശ്യം സംഭവിക്കേണ്ടത്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ച് മനസ്സും അവിടെയുണ്ട്, ബാഹ്യമായ വിഷയവും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നാന്തരീകമായി, നാന്ന് പറഞ്ഞാൽ അവിടെ നിഷേധാർത്ഥമല്ല, അവശ്യമായി ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ എന്നുള്ളതാണ്. ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ഉണ്ടാകുന്ന ആ വിജ്ഞാനം അത് നതത് പ്രമാണഫലം. ആ പ്രമാണഫലമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തുപോയി പ്രവർത്തിക്കുന്ന ഈ മനോവൃത്തികളുടെ ഫലമല്ല. ആ മനോവൃത്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ തമസ്സിനെ ഇല്ലാതാക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് സ്വയം അത് പ്രകാശിക്കുകയാണ്. തമസ്സിനെങ്ങനെ പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ പറ്റും? ഇരുട്ടത്ത് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആ വിളക്ക് അതിന്റെ ആ പ്രകാശം അത് പ്രകാശിക്കുന്നതിന് ഇരുട്ടിനവിടെ എന്തെങ്കിലും സ്വാധീനമാണ്? ഇരുട്ടിന് യാതൊരു സ്വാധീനവുമില്ല. അത് വെളിച്ചത്തിന്റെ സ്വഭാവമാണ് പ്രകാശിക്കുക എന്ന് പറയുന്നത്. അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെയാണ് ഇവിടെ എന്തുവരുന്നു? ഈ വിഷയങ്ങളെല്ലാം ഈ വെളിച്ചത്തിൽ ആരോപിതമാണ്. അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു തടസ്സം, നിർവചിക്കാൻ കഴിയാത്ത ഒരു തടസ്സം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടാത്ത ഒരു തടസ്സം മാറ്റുമ്പോൾ അവിടെ ആ പ്രകാശം പ്രകാശിക്കുന്നു. അല്ലാതെ ആ അറിവിനെ ആരും ഒന്നും ഒരിടത്തും സൃഷ്ടിച്ചതല്ല. ഇത് ഒരു ഉദാഹരണത്തിൽ പറഞ്ഞിട്ട് പിന്നെ ആത്മാവിലേക്ക് യോജിപ്പിക്കുന്നു. അപ്പോൾ ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ മിഥ്യാധാരണകളെ, നമ്മുടെ പാഴായ സങ്കല്പങ്ങളെല്ലാം നിരാകരിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അങ്ങനെയല്ല എന്ന് പറയുന്നു. ആന്തരീകം നാ ചേർക്കുമ്പോൾ ആന്തരീകം എന്ന് പറയുന്നു. ആന്തരീകമല്ല, ആന്തരീകം. ആന്തരികം എന്ന് വെച്ചാൽ സംഭവിക്കുന്നത്, ഉണ്ടാകുന്നത് എന്നർത്ഥം. ആന്തരികം എന്ന് പറഞ്ഞാൽ അവശ്യം സംഭവിക്കുന്നത്. എന്നുവെച്ചാ തദ്ദുതപി ആത്മനി അധ്യാരോപിത അന്തഃപ്രജ്ഞത്വാദി വിവേകരണേ പ്രവൃത്തസ്യ നിഷേധ വിജ്ഞാന പ്രമാണസ്യ അനുപാദിത അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി വ്യതിരേകേണ തിരിയെ വ്യാപാര ഉപപത്തി. ഇവിടെയും എന്താണ് ചെയ്യുന്നത്?
നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ആ ജ്ഞാനത്തെ നിഷേധിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? നമ്മളങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ടോർച്ചടിക്കുന്നത് പോലെ ഒരു ജ്ഞാനം ഇങ്ങ് വരും. പിന്നെ ധ്യാനിക്കില്ല, പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം, സാമ്യമായി. അതാണ് ഇവിടെ നിഷേധിക്കുന്നത്. അങ്ങനെ ഒന്നിനെ പ്രതീക്ഷിച്ചിരുന്ന് ധ്യാനിച്ചാൽ ചില മിന്നലുകളൊക്കെ അനുഭവപ്പെടും. അത് ബ്രെയിനിന്റെ തകരാറുകൊണ്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ മരുന്നും കഴിക്കേണ്ടി വരും. അതൊന്നും പ്രതീക്ഷിക്കണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഉണ്ടായി വരുന്ന ഒരു ജ്ഞാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എപ്പോഴും ഉള്ളതായ ജ്ഞാനത്തെക്കുറിച്ചാണ്. അതിൽ നിന്ന് നമ്മുടെ ഈ വേണ്ടാധീനങ്ങളെ മാറ്റുക മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. മാറ്റാൻ പലതുമുണ്ട്, അവിടെ സൃഷ്ടിക്കാനൊന്നുമില്ല. അവിടെ ഇല്ലാതാകേണ്ട പലതുമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നജ തദ്ദുതപി ആത്മനി അധ്യാരോപിത അന്തഃപ്രജ്ഞത്വാദി വിവേകകരണേ. ഇവിടെ എന്താണ്? അന്തഃപ്രജ്ഞനല്ല എന്ന് വെച്ചാൽ തൈജസ്സനല്ല, ബഹിപ്രജ്ഞനല്ല, വിശ്വനല്ല, ഉഭേദപ്രജ്ഞനല്ല. ഇനി ഇത് രണ്ടും അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ല. ഇങ്ങനെ പറഞ്ഞ് ഓരോന്നിനെയും വേർതിരിക്കുകയാണ്. നമ്മുടെ അനുഭവത്തിൽ നിലനിൽക്കുന്ന ഈ ഭാവങ്ങളെല്ലാം സൂക്ഷ്മമായി നിരാകരിക്കുകയാണ്. സ്ഥൂലമായിട്ടല്ല, വാച്യാർത്ഥത്തിലല്ല, അതിന്റെ അന്തരാർത്ഥത്തിൽ, അതിന്റെ പരമമായ താല്പര്യത്തിൽ അവിടെ വിവേകകരണം ചെയ്യുക. വിവേകകരണം എന്ന് വെച്ചാൽ വിവേകത്തെ ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ വേർതിരിച്ച് തരികയാണ്. താൻ തന്റെ തന്നെ കൽപ്പനകൾ കൊണ്ട് തന്നിൽ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ഇതിനെ നിരാകരിച്ചു തരികയാണ്. അതിനുവേണ്ടി പ്രവൃത്തസ്യ പ്രതിഷേധ വിജ്ഞാന പ്രമാണസ്യ, അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് പ്രതിഷേധ വിജ്ഞാന പ്രമാണം. എന്താണ് പ്രതിഷേധ വിജ്ഞാന പ്രമാണം എന്ന് പറഞ്ഞാൽ? നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം എന്നെല്ലാം ഉള്ള ശ്രുതിയുടെ ശബ്ദം ശരിയായ രീതി യോഗ്യമായ അന്ധകരണത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അറിവിനെയാണ് പറയുന്നത് എന്ത്? പ്രതിഷേധ വിജ്ഞാന പ്രമാണം. പ്രതിഷേധ വിജ്ഞാനമാകുന്ന പ്രമാണം അതെന്ത് ചെയ്യുന്നു? അനുപാദിത അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി അത് ചെയ്യുന്നതാണ്. നമ്മൾ ഉപേക്ഷിക്കേണ്ടതായ അനിഷ്ടമായിരിക്കുന്ന അന്തഃപ്രജ്ഞത്വാദി ആ ഭാവങ്ങളുടെ നിവൃത്തിയാണ്. അന്തഃപ്രജ്ഞം ബഹിപ്രജ്ഞം എന്ന് പറയുമ്പോൾ ആ വിശ്വനെയും ജാഗ്രതനെയും തൈജസ്സിനെയും സ്വപ്നത്തെയും പ്രാജ്ഞനെയും സുഷുപ്തിയെയും ഇതിനെല്ലാം നിവർത്തിപ്പിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് ആ മൂന്നവസ്ഥകളെയും കുറിച്ച് പറഞ്ഞിട്ട് നാലാമത്തെ അവസ്ഥയെ നിഷേധിച്ചു കാണിക്കുന്നു. ആ നിവൃത്തി അതല്ലാതെ തുരിയെ വ്യാപാര ഉപത്തി, അല്ലാതെ ഈ നിവൃത്തി എന്നുള്ളതല്ലാതെ തുര്യനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു ജ്ഞാനം അതിവിടെ ഉണ്ടാക്കി തരുന്നില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട ഒലക്കയാണെന്നും പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പുതിയ ഒലക്കയൊന്നും ഇവിടെ വരത്തില്ല എന്നാണ്. അത് പ്രതീക്ഷിച്ചായിരിക്കുന്നു. വലിയ ഭാരമുള്ളതും നല്ല ബലമുള്ളതും എന്ന് നമ്മൾ ധരിക്കുന്ന ആ സാധനം അങ്ങനെ ഒന്നില്ലെന്നാണ്. അങ്ങനെ തുര്യനിൽ യാതൊരു തരത്തിലുള്ള വ്യാപാരങ്ങളുടെയും ഉപപത്തി യുക്തി അവിടെ ഇല്ല. ഇതിനെയൊക്കെ നിഷേധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം വേറൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. കാരണം അത് ആ തുര്യൻ എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അതിനെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി വേറൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അതിൽ സർവവും പ്രകാശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ തുര്യന്റെ പ്രകാശത്തിൽ ബാക്കി എല്ലാ പ്രകാശങ്ങളും പ്രകാശിക്കും. അതല്ലാതെ തുര്യനെ പ്രകാശിപ്പിക്കുന്ന ഒരു ജ്ഞാനത്തെ പ്രതീക്ഷിച്ചാണ് ഈ പണിക്കിറങ്ങിയെങ്കിൽ പെട്ടെന്ന് തിരിച്ചു പൊക്കോളുക. നടക്കുന്ന കാര്യമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും സാധിക്കത്തില്ല. തുര്യേ വ്യാപാര ഉപപത്തി, മറ്റൊരു വ്യാപാരങ്ങൾക്കും മറ്റൊരു ജ്ഞാനത്തിനും അവിടെ ഉപപത്തിയില്ല, യുക്തിയില്ല. ഇത്രയേ ചെയ്യുന്നു. ഇവിടെ വരുന്ന ജ്ഞാനം എന്താണ്? നിഷേധ വിജ്ഞാനമാണ് പറയുന്നത്. നിഷേധ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ തുര്യൻ ഇന്നതാണ്, അതിങ്ങനെയിരിക്കും, അതിന് ഇന്ന ഗുണവിശേഷങ്ങളുണ്ട് എന്നല്ല ബോധിപ്പിക്കുന്നത്. അത് ഇന്നതല്ല എന്ന് ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ബോധിപ്പിക്കുന്നതിലൂടെ
അവശേഷിക്കുന്നതെന്തോ അതാണ് തുര്യൻ. ഈ വേണ്ടാധീനങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ ശേഷിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി സമകാലമേവ പ്രമാദത്വാദി ഭേദനിവൃത്തേഹേ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അന്തഃപ്രജ്ഞത്വം തുടങ്ങിയവയുടെ ആ നിവൃത്തി, അതാണ് ശ്രുതി ആഗ്രഹിക്കുന്നത്. ഈ ശ്രോതാവിനും ശ്രവിക്കുന്നവനും ഈ അന്തഃപ്രജ്ഞത്വാദി ഭാവങ്ങളെല്ലാം ഇല്ലാതാകണം. അതെങ്ങനെ ഇല്ലാതാകണം? ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ഇല്ലാതാകണം. അത് പറയുന്നു സമകാലമേവ, പിന്നീടല്ല. ശ്രുതി എപ്പോഴാണോ ബോധിപ്പിക്കുന്നത് ആ കാലത്തിൽ തന്നെ അത് നിവർത്തിക്കണം. അപ്പോൾ ശ്രവിച്ച് പക്ഷേ ഇത് നിവർത്തിച്ചില്ല എന്നാൽ അതിന് കാലമായില്ല എന്ന് വിചാരിക്കുക. സംഭവിക്കേണ്ടത് സമകാലത്തിലാണെന്നാണ് പറയുന്നത്. സമകാലം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രുതി എപ്പോഴാണോ തിരിയനെ കുറിച്ച് നിങ്ങളെ വേറെ ആർക്കും ഇവിടെ ബോധിപ്പിക്കാനില്ല. ശ്രുതി, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രുതി അല്ലെങ്കിൽ ശാസ്ത്രം അല്ലെങ്കിൽ ഗുരുവാക്യം എന്നെല്ലാം പറയുന്ന ഒന്നാണ്. അത് ബോധിപ്പിക്കുന്ന സമയത്ത് തന്നെ വേറൊരു കാലമില്ല. ആ കാലത്തിൽ തന്നെ അത് അന്യ ത്രികാലാതീതം, കാലാതീതമായി ബോധിപ്പിക്കണം. കാലത്തിൽ ബോധിക്കേണ്ട ഒന്നുമല്ല, കാലാതീതമായി അത് ബോധിക്കണം. ആ കാലത്തിൽ തന്നെ കാലത്തെയും നിഷേധിച്ചുകൊണ്ടാണ് അത് പ്രകാശിക്കുന്നത്. അല്ല സോപ്പ് തേക്കുന്ന പോലെ അല്ല, പണ്ട് പറഞ്ഞല്ലോ. അതല്ല ഇവിടെ പറയുന്നത്. പൈപ്പ് തുറക്കുന്നതും അങ്ങനെയുള്ള കാര്യമല്ല ഇവിടെ പറയുന്നു. ഇവിടെ ആത്മബോധത്തെക്കുറിച്ച് പറയുകയാണ്. അത് കാലത്തെ അപേക്ഷിക്കുന്നില്ല. ഭൂത വർത്തമാന ഭാവി കാലങ്ങളുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. ഭൂതത്തിൽ അത് ബോധിച്ചതോ ഭാവിയിൽ ബോധിക്കേണ്ടതോ വർത്തമാനത്തിൽ ബോധിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലാതെ അത് മനസ്സിലാക്കും. നമ്മൾ ധരിക്കുന്ന എന്താണ്? അത് ഭൂതത്തിൽ ബോധിച്ചതല്ല, ഭാവിയിൽ ബോധിക്കേണ്ടതുമല്ല, വർത്തമാനത്തിൽ ബോധിച്ചുകൊണ്ടിരിക്കുന്ന എന്നാണ്. അല്ല, അങ്ങനെയല്ല എന്നാണ്. അതെന്താണ്? അതിനങ്ങനെ ബോധിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് വർത്തമാനത്തിൽ ബോധിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? നമ്മളെ സങ്കല്പങ്ങളാണ്, നമ്മുടെ വിചാരങ്ങളാണ് ബോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ബോധിച്ചുകൊണ്ടിരിക്കുന്നതാണ്? കാലത്രയ അതീതം. അവിടെ മൂന്ന് കാലത്തിന് ഒരേ സ്ഥാനമാണ്. വർത്തമാനത്തിന് വിശേഷിച്ച് അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലർക്കും ദഹിച്ചിട്ടുമില്ല. സ്വാമി പുതിയ എന്തോ കാര്യം പറയുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാം. നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിൽ കാലത്രയാതീതം നമ്മൾ രാവിലെ വായിച്ചല്ലോ എന്ന് പറഞ്ഞ ശ്രുതിയാണ് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, ഞാനല്ല. കാലത്രയാതീതമായി അത് ബോധിക്കുന്നു എന്നാണ്. കാലവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ബോധിക്കുന്നു എന്ന് വെച്ചാൽ അത് പ്രകാശിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്? എപ്പോഴാണോ ആ ശ്രവണം സംഭവിക്കുന്നത് സമകാലമേവ, അപ്പോൾ തന്നെ. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗീതാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഇതറിയേണ്ടത് ഇവിടെ തന്നെയാണ്, മറ്റൊരു സ്ഥലത്തല്ല, മറ്റൊരവസ്ഥയിലല്ല. ഇവിടെ അത് കുറച്ചുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു. പ്രമാദത്വാദി ഭേദനിവൃത്തേഹേ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങേയറ്റം പുതിയൊരു ജ്ഞാനം അങ്ങോട്ട് കടന്നു വരികയല്ല. പുതിയൊരു ജ്ഞാനം വരുന്നുണ്ട്. എന്താണ് ആ ജ്ഞാനമാണ് ഇവിടെ പറയുന്ന പ്രമാണ വ്യാപാരം എന്ന് പറയുന്നത്. ശ്രുതിയുടെ ബോധനം, അതാണ് പുതിയൊരു ജ്ഞാനം. അത് പുതിയൊരു ജ്ഞാനം തന്നെയാണ്. പക്ഷെ ആ ജ്ഞാനം എന്താ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റൊരു ജ്ഞാനത്തെ ഉണ്ടാക്കുകയല്ല. അവിടെയാണ് നമുക്ക് ആശയക്കുഴപ്പം വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്നത് നമുക്കിനി വേറൊരു ജ്ഞാനത്തെ ഉണ്ടാകാൻ വേണ്ടിയിട്ടെന്നാണ്. മറ്റൊരു ജ്ഞാനത്തെ അത് ഉണ്ടാക്കുന്നില്ല. മറിച്ച് പ്രമാദിത്വാദി ഭേദ നിവൃത്തേഹി, പ്രമാദിത്വം തുടങ്ങിയ നമ്മളിൽ ഈ ആത്മസ്വരൂപത്തിൽ ആരോപിച്ചിരിക്കുന്ന ഭേദങ്ങളെ അത് നിവർത്തിപ്പിക്കുന്നു. എപ്പോ? ആ സമകാലത്തിൽ തന്നെ. എപ്പോഴാണോ ശ്രവണം സംഭവിക്കുന്നത് അപ്പോൾ തന്നെ എന്ന് ഇവിടെ ആ ശ്രുതിയുടെ പരമമായ താല്പര്യത്തെ പറയുന്നു. അതിന് പ്രമാണവും പറയുന്നു. തഥാച വക്ഷ്യതി ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. ആ ജ്ഞാനത്തിൽ പിന്നീട് ദ്വൈതം അവിടെ നിലനിൽക്കുന്നില്ല. പിന്നെ ആ ദ്വൈതത്തെ നശിപ്പിക്കാൻ വേണ്ടി സാധനാന്തരങ്ങളൊന്നുമില്ല. ആ സാധനാന്തരം എന്ന മൃഗ്യം എന്നുള്ളതിനാണ് ഇതുവരെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. കാരണം അത് ആൾക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് പ്രഥമ ശ്രവണത്തിൽ. കാരണം അവർ ആവശ്യത്തിലധികം ആശയക്കുഴപ്പങ്ങൾ ആൾക്കാർ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുകൂടെ കേൾക്കുമ്പോൾ
അത് വർദ്ധിക്കും. അത് മാറ്റാൻ വേണ്ടി പറയുകയാണ്, ഈ ജ്ഞാനം എന്ന് പറയുന്നത് മറ്റൊരു ജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ല. ചിലർ ധരിക്കുന്ന അങ്ങനെയല്ല, ഈ ജ്ഞാനം ഉണ്ടായാൽ ഇത് എലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിഞ്ഞു പോകുന്നതാണ്, നീണ്ടുപോകും ഈ ജ്ഞാനം, പിന്നെ ഒരിക്കലും ജ്ഞാനം അവസാനിക്കത്തില്ല. അതല്ല നിന്നെ അടുത്ത് പറയും, ഇത് വലിയുന്ന ജ്ഞാനമല്ല എന്നടുത്ത് പറയും. അങ്ങനെ നീണ്ടു 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 പോകുന്ന ഒരു ജ്ഞാനം, അത് പ്രതീക്ഷിച്ചിരിക്കുന്നു. എനിക്ക് ജ്ഞാനം ഉണ്ടായെങ്കിൽ പിന്നെന്താ നീളാത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട്, അതിനെയും നിഷേധിക്കുന്നുണ്ട്. അതടുത്ത് പറയും. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. ആ ജ്ഞാനത്തിൽ ദ്വൈതം അവിടെ അവസാനിക്കുന്നു. ഇതാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും വ്യക്തവുമായിട്ടുള്ള നില. ഇത് ബോധിച്ചാൽ മറ്റൊന്നിവിടെ ബോധിക്കാനില്ല.